Good morning. നിങ്ങൾ ഈ സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു പേപ്പറിന്റെ പേരാണ് ബയോ എനർജറ്റിക്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതാണ് ബേസിക് സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേക ഒരു പേപ്പറിൽ പഠിക്കുന്നത്. അപ്പൊ അത് ഈ മെറ്റബോളിസം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ബയോ എനർജറ്റിക്സ്. അത് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് എനർജി ഇൻ ലിവിംഗ് സിസ്റ്റം ആൻഡ് ലിവിംഗ് ഓർഗാനിസം ദാറ്റ് യൂട്ടിലൈസ് ദം. ലിവിംഗ് ഓർഗാനിസം എന്ന് ഞാൻ ഇനി അങ്ങോട്ട് പറയുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു സെൽ ആയിരിക്കണം. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ഒരു സെല്ല് എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ മതി. ആ സെല്ലിന്റെ ഒരു അസംബിൾ ആണല്ലോ നമ്മൾ ഈ ഹ്യൂമൻ ബീങ് വരെ ഉള്ള എല്ലാ ഓർഗാനിസംസും സെൽസിന്റെ അസംബ്ലീസാ. അപ്പൊ നമ്മൾ ലിവിംഗ് ഓർഗാനിസം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എടുക്കേണ്ട കൺസെപ്റ്റ് എന്ന് ലിവിംഗ് സെൽ ആണ്. അപ്പൊ ഒരു ലിവിംഗ് സെല്ലും അതിന് ചുറ്റിനുള്ള എൻവയൺമെന്റും ഇതിന്റെ എനർജിയുടെ സ്റ്റഡിയാണ് നമ്മൾ ബയോ എനർജറ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ എനർജി ലിവിംഗ് സിസ്റ്റത്തിൽ നിന്നും ഒരു ലിവിംഗ് സെൽ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെ ട്രാൻസ്ഡ്യൂസ് ചെയ്യുന്നു, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ബയോ എനർജറ്റിക്സ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്കൊരു കഥ പോലെ എർത്ത് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്നൊക്കെ ഒന്ന് പറഞ്ഞങ്ങ് പോവാം. അപ്പൊ എർത്ത് വാസ് ഒറിജിനേറ്റഡ് 4.5 ബില്യൺ ഇയേഴ്സ് ago and it was formed by Big Bang. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇനീഷ്യലി എർത്തിലുള്ള ലാൻഡ് മാസിനെ പാൻജിയ എന്നും അതിലെ വാട്ടർ ബോഡിയെ പാന്തലാസ എന്നും ആണ് പറഞ്ഞിരുന്നത്. ആ ലാൻഡ് മാസ് പിന്നീട് ചെറിയ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വഴി രണ്ട് കഷണങ്ങളായി മാറി. ഒന്ന് ലൊറേഷ്യ, മറ്റേത് ഗോണ്ട്വാനിയ. പിന്നീട് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വഴിയാണ് ഇപ്പൊ കാണുന്ന 7 കോണ്ടിനെന്റ്സ് ആയി മാറിയത്. ഇനി അന്നത്തെ എർത്തിനെ നമ്മൾ പ്രൈമോഡിയൽ എർത്ത് എന്നും അന്നത്തെ ഓഷ്യനെ പ്രൈമോഡിയൽ സൂപ്പ് എന്നും ആണ് പറഞ്ഞിരുന്നത്. അന്നത്തെ ഏൻഷ്യൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നത് വാട്ടർ വേപ്പർ, മീഥേൻ, അമോണിയ ഒക്കെ ആയിരുന്നു. മറ്റ് ഗ്യാസസും അന്നത്തെ വോൾക്കാനിക് ഇറപ്ഷൻ വഴി മറ്റ് ഗ്യാസസും ഉണ്ടായിരുന്നു. ആൻഡ് ദോസ് ഡേയ്സ് ദ എനർജി സോഴ്സ് വാസ് ലൈറ്റനിങ്, ഹീറ്റ് ആൻഡ് UV റേഡിയേഷൻ. അപ്പൊ ഇതുപോലെ ഒരു സിസ്റ്റം, ഇതേപോലെ ആ പ്രൈമോഡിയൽ എർത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഫോം ചെയ്തിട്ട് മില്ലർ ആൻഡ് യൂറി ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എനർജി സോഴ്സ് ആയിട്ട് കൊടുത്തിരുന്നത് ഇലക്ട്രിക് സ്പാർക്ക് ആണ്. അപ്പൊ മില്ലർ ആൻഡ് യൂറി കണ്ടെത്തിയത് എന്താ? ആഫ്റ്റർ സം ടൈം സം ഓർഗാനിക് മോളിക്യൂൾസ് വെർ ഫോംഡ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം അന്നത്തെ പ്രൈമോഡിയൽ എർത്തിൽ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തതും അത് പിന്നീട് അസംബിൾ ചെയ്ത് ആദ്യത്തെ ലിവിംഗ് സെൽ ഫോം ചെയ്തതും ആകാം എന്നാണ് അന്നത്തെ ഹൈപ്പോത്തസിസ്. അപ്പൊ അതിനെ കോയാസർവേറ്റ്സ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കോയാസർവേറ്റ്സിന് ശേഷം പതുക്കെ ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് ഫൈനലി സൈനോബാക്ടീരിയ എന്ന ബ്ലൂ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ആൽഗേസ് ഫോം ചെയ്തു. അപ്പൊ ഇനീഷ്യലി ദ എർത്ത് വാസ് റെഡ്യൂസ്ഡ് അറ്റ്മോസ്ഫിയർ. അവിടെ ഓക്സിജൻ ഇല്ലായിരുന്നു. പിന്നീട് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ഉണ്ടായതിനു ശേഷമാണ് കാർബൺ ഡയോക്സൈഡ് യൂട്ടിലൈസ് ചെയ്യുകയും ഓക്സിജൻ ഇവോൾവ് ചെയ്യുകയും ചെയ്തതും പിന്നീട് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഓക്സിഡൈസ്ഡ് അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറുന്നതും. അപ്പൊ ആദ്യം ഫോം ചെയ്ത ആ ബിഗ് ബാങ് വഴി ഉണ്ടായ ഹോട്ട് ബോൾ പിന്നീട് ഇന്ന് കാണുന്ന ഈ മനോഹരമായ ഭൂമിയായിട്ട് മാറുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. ഓരോ പ്രോസസ്സിന് ശേഷമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന എർത്ത് ആയിട്ട് മാറുന്നത്. അപ്പൊ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ബില്യൺ ഇയേഴ്സ് അഗോ ലൈഫ് ഹാഡ് ഒറിജിനേറ്റഡ്. എർത്ത് ഫോം ചെയ്ത് എപ്പോഴാണ്? 4.5 ബില്യൺ ഇയേഴ്സ്. അപ്പൊ ഈ 1 ബില്യൺ ഇയർ എടുത്തു ഒരു ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാനായിട്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പൊ ഈ ഇവിടെ ഞാൻ ടൈം സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് ഫോം ചെയ്തത്. ഫൈനലി 1000 മില്യൺ ഇയേഴ്സ് അഗോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അപ്പിയർ ചെയ്തു. ഈ ഹ്യൂമൻ ബീങ്ങിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 1 മില്യൺ ഇയർ അഗോ ആണ് ഹ്യൂമൻ ബീങ് യംഗസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. It is 1 million year ago that human beings evolved. ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സോളാർ എനർജി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ സോളാർ എനർജി, സണ്ണിന്റെ എനർജി എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ സൺ ഇസ് കൺസിഡർഡ് ആസ് എ ജൈജാന്റിക് ബോൾ ഓഫ് ഹൈഡ്രജൻ. അവിടെ ഹൈഡ്രജനും കൂടെ ഫ്യൂസ് ചെയ്ത് ഹീലിയം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഫിഷൻ റിയാക്ഷനും ഫ്യൂഷൻ റിയാക്ഷനും പഠിച്ചിട്ടുണ്ട്. ഈ രണ്ടും എനർജി റിലീസിങ് റിയാക്ഷൻസ് ആണ്. അപ്പൊ അവിടെ സണ്ണിന്റെ കാര്യത്തില് ഹൈഡ്രജനും കൂടെ ഫ്യൂസ് ചെയ്ത ഫ്യൂഷൻ റിയാക്ഷൻ വഴി ഹീലിയം ഉണ്ടാവുകയും അവിടുന്ന് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ആക്ച്വലി സോളാർ എനർജി. അപ്പൊ സകല ജീവജാലങ്ങൾക്കും സകല പ്ലാനറ്റ്സിനും ഒക്കെ എനർജി സോഴ്സ് ആയ സണ്ണിന്റെ എനർജി എന്ന് പറയുന്ന ഫ്യൂഷൻ റിയാക്ഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. നമുക്ക് ലിവിങ് ഓർഗാനിസത്തിന്റെ കാര്യങ്ങൾ ഇതും നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇത് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് ആർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഹൈലി ഓർഗനൈസ്ഡ് ആൻഡ് each component of the living organism has got a specific function or purpose. ലിവിങ് ഓർഗാനിസത്തിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ it can extract energy from the environment and transform them. അപ്പൊ ഈ പ്രത്യേകതകൾ
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, ഇതൊക്കെ തന്നെയല്ലേ, നൈട്രജൻ, സൾഫർ, ഇതൊക്കെയാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ ബേസിക് ആറ്റമിക് ലെവൽ. നമ്മളിപ്പോൾ നമ്മുടെ ബോഡി തന്നെ എടുത്തു നോക്കുക. നമ്മുടെ ബോഡിയെ ആറ്റം ആയിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഈ ബോഡിയിൽ എന്തൊക്കെയുള്ള കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ചില മിനറൽസ് ഉണ്ട്, കാൽഷ്യം, ഫോസ്ഫറസ് ഉണ്ട്, അല്ലെ? ഇങ്ങനെ നോൺ ലിവിങ് ആയിട്ടുള്ള ആറ്റംസ് എല്ലാം കൂടി ചേർന്ന് ലിവിങ് ഓർഗാനിസം ഉണ്ടായി. ഇപ്പൊ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നോക്കി, ഒരു വുഡൻ ടേബിൾ എടുത്ത് നോക്കുക, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ തന്നെയാണ് അതിന്റെ കമ്പോണൻസ്. പിന്നെ എന്തുകൊണ്ട് ലിവിങ് ഓർഗാനിസത്തിന് ഇത്രയും പ്രത്യേകതകളും ആ പ്രത്യേകതകൾ ഇല്ലാതെ എന്തുകൊണ്ട് നോൺ ലിവിങ് തിങ്സ് ഇരിക്കുന്നതും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, why? Because living organism, they obey a set of rules which is called the molecular logic of life. And this molecular logic of life is one which endow this living organism the capacity for self-organization and self-replication. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിനെ ഗവേൺ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മോളിക്കുലർ ലോജിക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഏതാനും ചില മോളിക്കുലർ ലോജിക് ഓഫ് ലൈഫ് നമുക്ക് തൽക്കാലം ആപ്ലിക്കബിൾ ആയിട്ടുള്ള മോളിക്കുലർ ലോജിക് ഓഫ് ലൈഫ് ഓരോ സ്ലൈഡിനെയും താഴെ മെറൂൺ കളറിൽ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് വായിച്ചു പോയാൽ മതി, അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ, ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ, you know that all the living organism, including a living monocellular organism, they have got macromolecules. ഇനി macromolecules ഏതൊക്കെയാ? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്. പ്രോട്ടീൻസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു? സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു, അതാണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ഇനി ന്യൂക്ലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ്സ് ആണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ലിപ്പിഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. ഇനി കാർബോഹൈഡ്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മോണോസാക്കറൈഡ്സ് ആണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. എന്ന് വെച്ചാൽ എല്ലാ ഓർഗാനിസത്തിലുള്ള മാക്രോമോളിക്യൂൾസ്, they are formed from simple building blocks. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? സകല ജീവജാലങ്ങൾക്കും there is an underlying simplicity in the molecular organization. ഒരു മോണോസെല്ലുലർ ഓർഗാനിസം തൊട്ട് ഹൈലി കോംപ്ലിക്കേറ്റഡ് ഉള്ള ഹ്യൂമൻ ബീങ് എടുത്ത് നോക്കിയാൽ all of them have got a simplicity in molecular organization. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ആണ്. ആദ്യമായി ഉണ്ടായ കൊയാസർവേറ്റ് ആണ് നമ്മുടെ കോമൺ ആൻസിസ്റ്റർ. അവിടെ തൊട്ട് തുടങ്ങിയാണ് ഹ്യൂമൻ ബീങ് വരെ എത്തി നിൽക്കുന്നത്, അല്ലെ? പിന്നെ നമ്മുടെ ഓരോ ജീവജാലങ്ങളുടെയും ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ആയ ജനറ്റിക് മെറ്റീരിയലും അതിന്റെ പ്രോഡക്റ്റ് ആയ പ്രോട്ടീൻസും ആണ്, അല്ലെ? പിന്നെ ഈ ഓർഗാനിസത്തിൽ നടക്കുന്ന ഓരോ പ്രോസസ്സും ഹൈലി എക്കണോമിക് ആണ്. വേസ്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ പ്രോസസ്സും ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ദേ മെയിൻറ്റെയിൻ എ മോളിക്കുലർ എക്കോണമി. ഇനി എനർജി ട്രാൻസ്ഫോർമേഷൻസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് അറിയാം, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ് പ്രൊസീഡ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഡിസോർഡർനെസ്. ഇതാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ലിവിങ് ഓർഗാനിസത്തിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദേ ക്യാൻ അബ്സോർബ് എനർജി ഫ്രം ദ എൻവയൺമെന്റ് ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു അനദർ ഫോം. Living organism can neither create nor destroy energy. What they can do? They can absorb energy from the environment and transform into another form. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ലിവിങ് ഓർഗാനിസവും they can maintain an orderliness at the expense of their environment. എന്ന് വെച്ചാൽ ഓരോ ലിവിങ് ഓർഗാനിസം അതിൻ്റെതായ ഒരു ഓർഡർലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ? അതിന്റെ എൻവയൺമെന്റിനെ ഡിസോർഡേർഡ് ആക്കിക്കൊണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ലിവിങ് ഓർഗാനിസം നമുക്കൊരു ഓപ്പൺ സിസ്റ്റം ആയിട്ട് പറയാം. എന്തുകൊണ്ടാ? ഇപ്പൊ ലിവിങ് ഓർഗാനിസവും അതിന്റെ ചുറ്റിനുള്ള എൻവയൺമെന്റ് നോക്കിക്കഴിഞ്ഞാൽ there is an exchange of matter and energy between the two. Okay, and it is a machine that extracts energy from the environment. എന്നിട്ട് ഈ എൻവയൺമെന്റ് ഡിസോർഡർനെസ് കൂട്ടിക്കൊണ്ടിരിക്കും ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, ആൻഡ് ദേ ആർ ഐസോതെർമൽ. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ലിവിങ് സെൽസിന്റെ എല്ലാ സ്ഥലങ്ങളും ഒരേ ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് സെൽസ് ആർ ഐസോതെർമൽ കെമിക്കൽ എൻജിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി എനർജി അബ്സോർബ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ലിവിങ് സെൽ എൻവയൺമെന്റിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്യുന്നു. ചെയ്തിട്ട് എന്താ ചെയ്യുക? ഈ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. കെമിക്കൽ എനർജി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ATP. അപ്പൊ എനർജി ഏത് ഫോമിൽ എൻവയൺമെന്റിൽ നിന്നും ഒരു സെൽ എടുത്തു കഴിഞ്ഞാലും ഇമീഡിയറ്റ്ലി അതിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഈ കെമിക്കൽ എനർജി എന്തിനു ഉപയോഗിക്കുന്നു? to perform chemical work like biosynthesis. എല്ലാ ബയോസിന്തറ്റിക് പ്രോസസ്സിനും എനർജി ആവശ്യമുണ്ട്. പിന്നെ ഓസ്മോട്ടിക് വർക്ക് നിങ്ങൾ കഴിഞ്ഞ സെമി പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് അക്രോസ് ദി സെൽ മെംബ്രെയിൻ. അവിടെ എനർജി റിക്വയറിംഗ് പ്രോസസ്സസ് ഇല്ലേ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അവിടെ ഉപയോഗിക്കുന്നു. പിന്നെ കൺട്രാക്ഷൻ, ലോക്കോമോഷൻ ആയ മെക്കാനിക്കൽ വർക്കിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് സെൽ എൻവയൺമെന്റിൽ നിന്നും എനർജി എടുത്ത് അബ്സോർബ് ചെയ്ത്
അതിനെ കെമിക്കൽ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഈ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഇതൊരു സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻവയൺമെന്റിലുള്ള ന്യൂട്രിയൻസും സൺലൈറ്റും ദേ ആർ ദി പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ഈസ് ടേക്കൺ അപ്പ് ബൈ ദ ലിവിങ് സെൽ ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു വേരിയസ് ഫോംസ്. ഇത് പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നതിന് ശേഷം അത് അതിന്റെ മെറ്റബോളിക് എൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു. അതിനോടൊപ്പം ഹീറ്റും റിലീസ് ചെയ്യുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിന്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം maintain an orderliness at the expense of their environment. They absorb energy from the environment and utilize it for various works and increase the disorderness of the environment. അതാണ് ഈ സ്കിമാറ്റിക് റെപ്രസെന്റേഷനിൽ കാണുന്നത്. ഇനി ലിവിങ് ഓർഗാനിസത്തിനുള്ള വേറൊരു പ്രത്യേകതരം മോളിക്യൂളാണ് എൻസൈംസ്. ദേ ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അപ്പൊ നമ്മുടെ ഈ ലോകത്തുള്ള ഒരു ഫാക്ടറിക്കും 100% yield ഇല്ല. പക്ഷേ എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസിന് 100% yield ആണ്. ആൻഡ് ദർ ആർ അബ്സല്യൂട്ട്ലി നോ ബൈ പ്രോഡക്ട്സ്. അനാവശ്യമായ ഒരു ബൈ പ്രോഡക്റ്റും ഒരു എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസിനും ഇല്ല. ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക്. അത് ഈ സെമിസ്റ്ററിൽ തന്നെ നിങ്ങൾ പഠിക്കും. എൻസൈംസിന്റെ ഒരു പ്രത്യേകതയാണ് ഹൈലി സ്പെസിഫിക്. എന്തുകൊണ്ട് ആ സ്പെസിഫിസിറ്റി വരുന്നു? ബിക്കോസ് ഓഫ് ദി സ്ട്രക്ചറൽ കോംപ്ലിമെന്റാരിറ്റി ബിറ്റ്വീൻ ദി എൻസൈം ആൻഡ് ദ സബ്സ്ട്രേറ്റ്. ഓക്കെ, ഇത് വേറൊരു പ്രത്യേകതയാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ. ഇനി എൻസൈമിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ഹൈലി റെഗുലേറ്റഡ്. അണ്ടർസ്റ്റാൻഡ്? വെറുതെ ഒരു റിയാക്ഷനും സെല്ലിൽ നടക്കത്തില്ല. എല്ലാം ആവശ്യത്തിന് മാത്രമേ നടക്കൂ. നിങ്ങൾ ഈ മെറ്റബോളിക് പ്രോസസ് പഠിക്കുമ്പോൾ മനസ്സിലാവും ഓരോ റിയാക്ഷനും നടക്കണോ വേണ്ടേ എന്ന് ഒരുപാട് ഫാക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. ദേ ആർ ഹൈലി റെഗുലേറ്റഡ്. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം എക്കോണമി എന്ന് ഞാൻ പറഞ്ഞത്. അനാവശ്യമായ ഒരു പ്രോസസ്സും ഒരു ലിവിങ് സെല്ലിൽ നടക്കുന്നില്ല. പിന്നെ based on the type of energy obtained, the cells can be classified into photosynthetic cell and heterotrophic cells. Photosynthetic cells, autotrophs എന്ന് പറയാം നമുക്ക്. Photosynthetic cells അല്ലെങ്കിൽ autotrophs, they utilize solar energy as their main source of energy. Whereas heterotrophic cells, അവർ ഫോട്ടോസിന്തറ്റിക് സെൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ദേ ഡു, ദേ യൂട്ടിലൈസ് ഹൈലി റെഡ്യൂസ്ഡ് എനർജി റിച്ച് മോളിക്യൂൾസ് ലൈക്ക് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഒരു ഹൈലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മോളിക്യൂളാണ്. നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല അറിയാം. അപ്പൊ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്ത് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള CO2 വാട്ടറും റിലീസ് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിലേക്ക്. എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന എനർജി അതെന്ത് ചെയ്യും? കൺസേർവ് ചെയ്യും. ATPയുടെ രൂപത്തിൽ കൺസേർവ് ചെയ്തിട്ട് പല പല ആവശ്യങ്ങൾക്ക് ആ സെൽസ്, ആ ഹെറ്ററോട്രോഫിക് സെൽസ് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി ATP എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അഡിനസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അപ്പൊ ATP ഈസ് കോൾഡ് ദി എനർജി കറൻസി ഓഫ് ദി സെൽ. കറൻസി എന്ന വാക്ക് നോക്കിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി എന്തുവാ? നോട്ട്, നാണയം, ഡോളർ, ഇതെല്ലാം കറൻസിയാണ്. ഇപ്പൊ കറൻസിയുടെ പ്രത്യേകത എന്തുവാ? ഒരു സാധനം നമുക്ക് വാങ്ങണമെങ്കിൽ കറൻസി കൊടുക്കണം. ഇനി ഒരു സാധനം വിറ്റാൽ നമുക്ക് കറൻസി കിട്ടും. അപ്പൊ വാങ്ങലിന്റെയും വിക്കലിന്റെയും ഇടയ്ക്ക് ആ ലിങ്ക് ആണ് കറൻസി എന്ന് പറയുന്നത്. അതേപോലെ സെല്ലിൻ്റെ അകത്ത് ഒരുപാട് പ്രോസസ്സസ്, എനർജി റിലീസിങ് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. അതേപോലെ എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. അപ്പൊ എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സസിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് എനർജി റിലീസിങ് പ്രോസസ്സസ് ആണ്. അപ്പൊ എനർജി റിലീസിങ് പ്രോസസ്സസിൽ നിന്നും എനർജി റിലീസ് ചെയ്യുമ്പോൾ അത് ATPയുടെ രൂപത്തിൽ കൺസേർവ് ചെയ്ത് അത് എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സിന് ഉപയോഗിക്കപ്പെടുന്നു. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ എനർജി റിലീസിങ് പ്രോസസ്സും എനർജി യൂട്ടിലൈസിങ് പ്രോസസ്സും തമ്മിലുള്ള ലിങ്ക് ആണ് ATP എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അത് സീക്വൻഷ്യൽ റിയാക്ഷൻ, ഒറ്റയടിക്കല്ല ഗ്ലൂക്കോസ് CO2 വാട്ടർ ആയിട്ട് മാറുന്നത്. ഒരുപാട് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് വഴിയാണ് ഓരോ മെറ്റബോളിക് പ്രോസസ് സെല്ലിൽ നടക്കുന്നത്. അപ്പൊ അവിടെ ഈ എനർജി യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ ഇതെല്ലാം ATPയുടെ രൂപത്തിലാണ് നടക്കുന്നത്. പിന്നീട് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓരോന്നും. അടുത്ത നമുക്ക് ഫ്രീ എനർജി ഓഫ് റിയാക്ഷന്റെ കൺസെപ്റ്റിലേക്ക് പോവാം. ഫ്രീ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എനർജി ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡു വർക്ക് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. Energy available to do work is called free energy. The free energy it is denoted by G, capital G. The free energy change is denoted by delta G. Where delta G ഒരു റിയാക്ഷന്റെ delta G ആണ് ആ റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി തീരുമാനിക്കുന്നത്. ഓക്കെ, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ delta G നെഗറ്റീവ് ആയിരിക്കണം. delta G പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് അല്ലായിരിക്കും. നമുക്ക് ഈ ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വൽ ഫ്രീ എനർജി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഉണ്ട്. ആക്ച്വൽ ഫ്രീ എനർജി എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന ആ പെർട്ടിക്കുലർ കണ്ടീഷനും അതിന്റെ കോൺസെൻട്രേഷൻ. ഒരു റിയാക്ഷൻ നടക്കുകയാണ്, അന്നേരം അതിനൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ടെമ്പറേച്ചർ, പ്രഷർ, അത് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ. ആ കണ്ടീഷനിലുള്ള ഫ്രീ എനർജി ചേഞ്ചിനെയാണ് ആക്ച്വൽ ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലുള്ള ഫ്രീ എനർജി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് അഥവാ delta G 0 എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 1 മോളാർ
കോൺസെൻട്രേഷൻ ആണ് റിയാക്ടൻസിനെയും പ്രോഡക്ട്സിനെയും. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയാൽ പി എച്ച് 0 ആവും. ബയോളജിക്കൽ പ്രോസസ്സിന് അത് ഫീസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ പ്രോസസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഫോർ ബയോകെമിക്കൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, അതായത് റിയാക്ഷൻസ് ആൻഡ് പ്രോഡക്ട്സ് എക്സെപ്റ്റ് എച്ച് പ്ലസ് ആൻഡ് ഒ എച്ച് മൈനസ്. അപ്പോൾ എച്ച് പ്ലസ് ഒ എച്ച് മൈനസ് ഒഴികെയുള്ള മറ്റ് റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും കോൺസെൻട്രേഷൻ 1 മോളാർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ആ കണ്ടീഷനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഫോർ ബയോകെമിക്കൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ജി 0 എന്നാണ്. ഇനി റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക്കും എൻഡോതെർമിക്, എക്സെർഗോണിക് എൻഡർഗോണിക് അങ്ങനെയും പറയാം. അപ്പോൾ എക്സെർഗോണിക് അഥവാ എക്സോതെർമിക് റിയാക്ഷൻസ് അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ്, കാരണം ദർ ഇസ് റിലീസ് ഓഫ് എനർജി. ഇവിടെ ഞാൻ ലോസ് ഓഫ് എനർജി എന്ന് എഴുതിയേക്കും, ദറ്റ് ഇസ് റിലീസ് ഓഫ് എനർജി, എനർജി ഈസ് റിലീസ്ഡ്. ഈ റിയാക്ഷൻ ഡെൽറ്റ ജി നെഗറ്റീവ് ആയതുകൊണ്ട് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി എൻഡർഗോണിക് റിയാക്ഷൻ ആണെങ്കിലോ ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്, അവിടെ റിയാക്ഷൻ യൂട്ടിലൈസ് ചെയ്യും, എനർജി മസ്റ്റ് ബി സപ്ലൈഡ് ഫോർ ദ റിയാക്ഷൻ ടു ഒക്കർ. അപ്പോൾ അവിടെ റിയാക്ഷൻ ഈസ് നോട്ട് സ്പോണ്ടേനിയസ്. Why? Because delta G is positive. ഇനി വേറൊരു ടേം ആണ് എൻതാൽപി ചേഞ്ച്, ഡെൽറ്റ എച്ച്. അത് ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദി റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. അതിനെ ഡെൽറ്റ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യും. എൻട്രോപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, അത് ചേഞ്ച് ഇൻ റാൻഡംനെസ് ഓർ ഡിസോർഡർനെസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇവിടെ ഫ്രീ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു ഫ്രീ എനർജി ഓഫ് ഹീറ്റ് മൈനസ് T into delta S, that is change in randomness. ഇവിടെ ഈ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ചേഞ്ച്, ഫ്രീ എനർജി ചേഞ്ച് ആണ്. ജി എന്ന് പറയുന്നതാണ് ഗിബ്സ് ഫ്രീ എനർജി, ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി ഇസ് നത്തിങ് ബട്ട് ദി എനർജി അസോസിയേറ്റഡ് വിത്ത് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡു വർക്ക്. അതായത് എനർജി അവൈലബിൾ ടു ഡു വർക്ക്, ദാറ്റ് ഇസ് കോൾഡ് ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ റിയാക്ഷൻ നടന്നതിന് ശേഷമുള്ള ഫ്രീ എനർജി ചേഞ്ചിനെയാണ് ഡെൽറ്റ ജി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. Now you consider a reaction A plus B giving C plus D. Aയും Bയും റിയാക്ടന്റും സിയും ഡിയും പ്രോഡക്റ്റും ആണ്. ഇതിന്റെ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഗിവൺ ആസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി 0 ഡാഷ് പ്ലസ് ആർ ടി ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ, അപ്പൊ അവിടെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ആക്ച്വൽ ഫ്രീ എനർജി ചേഞ്ചും ഡെൽറ്റ ജി 0 ഡാഷ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചുമാണ്. R is the gas constant and T is the absolute temperature. ഓക്കെ, ഇനി ഡെൽറ്റ ജി 0 ഡാഷ് എന്നാണ് ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്, അതായത് പി എച്ച് 7ഉം റിയാക്ടന്റെയും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ കോൺസെൻട്രേഷൻ. അങ്ങനെ ആണെങ്കിലുള്ള ഫ്രീ എനർജി ചേഞ്ച് ആണ് ഡെൽറ്റ ജി 0 ഡാഷ് എന്ന് പറയുന്നത്, ഫ്രീ എനർജി ചേഞ്ച് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ യു ഇമാജിൻ ദാറ്റ് ദിസ് റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇക്വിലിബ്രിയം എപ്പോഴാണ് വരുന്നത്? ഡെൽറ്റ ജി 0 ആകുമ്പോൾ. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള. അപ്പൊ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയമിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്ത് സംഭവിക്കും? ഡെൽറ്റ ജി 0 ആവും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു ഗെറ്റ് ആൻ ഇക്വേഷൻ ഡെൽറ്റ ജി 0 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി ലോഗ് സി ഇൻറ്റു ഡി ബൈ എ ഇൻറ്റു ബി. അപ്പൊ നമ്മൾ ഇതിനെ നമുക്ക് കെ ഇക്വിലിബ്രിയം എന്ന് ഡിനോട്ട് ചെയ്താൽ ദ ഇക്വേഷൻ ബിക്കംസ് ഡെൽറ്റ ജി 0 ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി ലോഗ് കെ ഇക്വിലിബ്രിയം. ഇത് നിങ്ങൾ പഠിക്കണം ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. പോട്ടെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സിൽ ദർ ആർ മെനി റിയാക്ഷൻ വിച്ച് ആർ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആൻഡ് ദർ ആർ മെനി റിയാക്ഷൻസ് വിച്ച് ആർ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്. ഇപ്പൊ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള റിയാക്ഷൻസ് ദേ റിലീസ് എനർജി, വേറാസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്ന് വെച്ചാൽ ദേ റിക്വയർ എനർജി ടു ബിക്കം സ്പോണ്ടേനിയസ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി, ഞാൻ ഒന്നുകൂടെ പറയാം. സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്, അതായത് ദേ ആർ എനർജി റിലീസിങ് റിയാക്ഷൻസ്. വേറാസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എനർജി യൂട്ടിലൈസിങ് റിയാക്ഷൻസ് ആണ്. അവിടെ നമ്മൾ എനർജി കൊടുത്താൽ മാത്രമേ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുകയുള്ളൂ. ഇനി സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ ഡെൽറ്റ ജിയും നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ ഡെൽറ്റ ജി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സ്പോണ്ടേനിയസ് റിയാക്ഷനും ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനും കൂടി കപ്പിൾ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ദ ഫ്രീ എനർജി ബിക്കംസ് അഡിറ്റീവ്. ഓക്കെ, അതായത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനുമായിട്ട് കപ്പിൾ ചെയ്താൽ ഇതിന്റെ ഡെൽറ്റ ജിയും ഇതിന്റെ ഡെൽറ്റ ജിയും നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന ഡെൽറ്റ ജി ആണ് ഈ സം ടോട്ടൽ റിയാക്ഷന്റെ ഡെൽറ്റ ജി എന്ന് പറയുന്നത്. ക്ലിയർ? യു അണ്ടർസ്റ്റാൻഡ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക, എന്നിട്ട് പിന്നീട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിടുക, പിന്നീട് ചോദിച്ചാൽ മതി. സോ ഫോർ എ കപ്പിൾ റിയാക്ഷൻ ദ ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ദി കപ്പിൾ റിയാക്ഷൻ ഇസ് അഡിറ്റീവ്.
അപ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 2 ഹാഫ് കപ്പിൾ റിയാക്ഷൻ, അപ്പോൾ റിയാക്ഷൻ എ ഈസ് സ്പോണ്ടേനിയസ്, അതിന്റെ ഡെൽറ്റ ജി എ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. റിയാക്ഷൻ ബി ഈസ് നോൺ സ്പോണ്ടേനിയസ്, അതിന്റെ ഡെൽറ്റ ജി ബി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് തമ്മിൽ നമ്മൾ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ദി സം ടോട്ടൽ റിയാക്ഷന്റെ ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ജി എ പ്ലസ് ഡെൽറ്റ ജി ബി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അതൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നിങ്ങൾ ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ പഠിച്ചിട്ടുണ്ട്, ഗ്ലൈക്കോളിസിസ് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? ഗ്ലൂക്കോസ് ഇസ് ഫോസ്ഫോറിലേറ്റഡ് അറ്റ് ദ 6th പൊസിഷൻ ടു ഗിവ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഈ റിയാക്ഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ് ഇസ് ഫോസ്ഫോറിലേറ്റഡ് ടു ഗിവ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അതിന്റെ ഡെൽറ്റ ജി 0 ഡാഷ് ഉണ്ടോ? അത് പ്ലസ് 14 കിലോ ജൂൾസ് പെർ മോൾ. ഇതിന്റെ അർത്ഥം എന്തുവാ? ഈ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്, കാരണം ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം, അതായത് ഈ റിയാക്ഷൻ എങ്ങനെ സ്പോണ്ടേനിയസ് ആക്കാം? ദിസ് റിയാക്ഷൻ ഈസ് കപ്പിൾഡ് ടു ഹൈഡ്രോളിസിസ് ഓഫ് എ ടി പി. എ ടി പി ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ എ ഡി പിയും പി ഐയും കിട്ടും. അതിന്റെ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ -31 കിലോ ജൂൾ. ഈ വാല്യൂ നിങ്ങൾ നിർബന്ധമായും കാണാതെ പഠിക്കണം, ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് ഓഫ് എ ടി പി എത്രയാണെന്ന്? -31 കിലോ ജൂൾസ് പെർ മോൾ. കിലോ കാലറി എടുക്കുകയാണെങ്കിൽ -7.3 കിലോ കാലറീസ് പെർ മോൾ ആണ്. അപ്പൊ ഈ ഹൈഡ്രോളിസിസ് ഓഫ് എ ടി പിയും ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസും കൂടെ കപ്പിൾ ചെയ്താൽ നമുക്ക് ഈ സം ടോട്ടൽ റിയാക്ഷൻ എന്തായിട്ട് മാറും? ഇപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടലും റൈറ്റ് സൈഡിലുള്ള ടോട്ടലും നിങ്ങൾ എഴുതിയിട്ട് വെട്ടാനുള്ളതൊക്കെ വെട്ട്. ഇവിടെ വെട്ടാനുള്ളതൊക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം ടോട്ടൽ റിയാക്ഷൻ എന്ത് കിട്ടും? ഈ ലെഫ്റ്റിന്റെ എല്ലാം ടോട്ടൽ വരുന്ന എ ടി പി പ്ലസ് ഗ്ലൂക്കോസ് ഗീവ്സ് എ ഡി പി പ്ലസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. പി ഐ വെട്ടിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ടോട്ടൽ എ ടി പി പ്ലസ് ഗ്ലൂക്കോസ്, വാട്ടറും വെട്ടിപ്പോവും. അപ്പൊ മൊത്തത്തിൽ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ ടി പി പ്ലസ് ഗ്ലൂക്കോസ് ഗീവ്സ് എ ഡി പി പ്ലസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അതിന്റെ ഡെൽറ്റ ജി 0 എത്രയാണ്? ഇത് പ്ലസ് ഇത്. അത് ടോട്ടൽ കിട്ടുന്ന -17 കിലോ ജൂൾസ്. അപ്പൊ ഈ സം ടോട്ടൽ റിയാക്ഷൻ ഓഫ് കപ്പിൾ റിയാക്ഷൻ എത്രയാണ്? സം ടോട്ടൽ റിയാക്ഷൻ, അതായത് കപ്പിൾ റിയാക്ഷന്റെ സം ടോട്ടൽ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആഡഡ് ഫോം ആണ്. അത് എത്ര? -17 കിലോ ജൂൾസ്. അപ്പൊ ഇത് സ്പോണ്ടേനിയസ് ആയില്ലേ? അപ്പൊ നമുക്ക് ഗ്ലൂക്കോസിന്റെ ഫോസ്ഫോറിലേഷൻ ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനെ സ്പോണ്ടേനിയസ് ആക്കാൻ നേച്ചർ കണ്ടുപിടിച്ചേക്കുന്ന ഒരു മെത്തേഡാണ്. അതിനെ എ ടി പിയുടെ ഹൈഡ്രോളിസിസുമായിട്ട് കപ്പിൾ ചെയ്തേക്കുക. അപ്പൊ അത് ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് മാറി. സോ ദിസ് ഇസ് വൺ ഫോം ഹൗ എ റിയാക്ഷൻ ക്യാൻ ബി മെയ്ഡ് സ്പോണ്ടേനിയസ്. ഇത് നമ്മൾ ഇനി മെറ്റബോളിസം പഠിക്കുമ്പോഴൊക്കെ ഇതുമാതിരത്തെ ഒരുപാട് കപ്പിൾ റിയാക്ഷൻസ് പഠിക്കും. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ദർ ഇസ് എ കോമൺ ഇന്റർമീഡിയറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു റിയാക്ഷൻ എ പ്ലസ് എ ടി പി ഗിവ്സ് ബി പ്ലസ് എ എം പി പ്ലസ് പി പി ഐ. ഇതൊരു റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ ഡെൽറ്റ ജി പക്ഷേ +15 കിലോ ജൂൾസ് പെർ മോൾ ആണ്. ഇറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? ഈ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഇതെങ്ങനെ സ്പോണ്ടേനിയസ് ആക്കാം എന്ന് ചോദിച്ചാൽ പി പി ഐ, പൈറോഫോസ്ഫേറ്റ് എന്ന് പറയും. പി പി ഐ is pyrophosphate. This pyrophosphate can be hydrolyzed to give 2PI. PI is inorganic phosphate. Okay, but PPI can be hydrolyzed to give 2PI, and this delta G is -33 kilojoules per mole. അപ്പോൾ ഈ റിയാക്ഷൻസ് രണ്ടും നമ്മൾ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ സം ടോട്ടൽ റിയാക്ഷൻ എടുത്ത് നോക്കിയേ. ഇത് ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക, ആരോ മാർക്ക് റൈറ്റ് സൈഡിലെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക, വെട്ടാനുള്ളതൊക്കെ വെട്ടുക. അപ്പോൾ ഫൈനൽ ഓവറോൾ റിയാക്ഷൻ എത്ര കിട്ടും? എ പ്ലസ് എ ടി പി പ്ലസ് H2O gives ബി പ്ലസ് എ എം പി പ്ലസ് 2PI. അതിന്റെ ഡെൽറ്റ ജി നോക്കിയേ, -18 കിലോ ജൂൾസ് പെർ മോൾ. അർത്ഥം എന്തുവാ? ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി. അപ്പൊ ഇനീഷ്യലി ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് അല്ലായിരുന്നു, പക്ഷെ പി പി ഐയുടെ ഹൈഡ്രോളിസിസുമായിട്ട് ഇത് കപ്പിൾ ചെയ്തപ്പോഴത്തെ കപ്പിളിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. ഇതിന്റെ എൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള പി പി ഐ അടുത്ത റിയാക്ഷന്റെ സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റ്. അതായത് പി പി ഐ ഇസ് ദ കോമൺ ഇന്റർമീഡിയറ്റ് ഓഫ് ദീസ് ടു റിയാക്ഷൻസ്. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവായി റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് മാറി. ഇനി നമുക്ക് ഹൈ എനർജി കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. High energy compounds are also called energy rich compounds. So these compounds are the ones which has enough free energy to liberate at least 7 calories per mole, അഥവാ 20 to 25 kilojoules per mole. എന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട്സ്, ഹൈ എനർജി കോമ്പൗണ്ട്സ് ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എനർജി റിലീസ് എന്ന് പറയുന്നത് 7 കാലറീസ് പെർ മോൾ അഥവാ 20 to 25 കിലോ ജൂൾസ് പെർ മോൾ. ആ കാലറീസ് കിലോ ജൂൾ ആക്കുമ്പോഴുള്ള വാല്യൂവിന്റെ വ്യത്യാസം ഇത്. അപ്പോൾ 7 കാലറീസ് പെർ മോൾ എങ്കിലും ലിബറേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള കോമ്പൗണ്ട്സ് ഹൈഡ്രോളിസിസ് കഴിയുമ്പോൾ 7 കാലറീസ് പെർ മോൾ അഥവാ 20 to 25 കിലോ ജൂൾസ് പെർ മോൾ എങ്കിലും ലിബറേറ്റ് ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ട്സിനെയാണ് ഹൈ എനർജി കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്.
അതിന്റെ അർത്ഥം മനസ്സിലായോ? സോ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് upon hydrolysis liberates at least 7 calories per mole അഥവാ 20 to 25 kilojoules per mole are called high energy compounds. ഇതിൽ താഴെ എനർജി ലിബറേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ ലോ എനർജി കോമ്പൗണ്ട്സ് എന്ന് പറയും. ഹൈ എനർജി കോമ്പൗണ്ട്സ് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്: പൈറോഫോസ്ഫേറ്റ്സ്, അസൈൽ ഫോസ്ഫേറ്റ്സ്, ഈനോൾ ഫോസ്ഫേറ്റ്സ്, തയോ എസ്റ്റേഴ്സ്, ഫോസ്ഫജൻസ്. ഇങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഓരോന്നിന്റെ കീഴിലുള്ള എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പഠിക്കും. ഇത് ഓരോന്നും ഓരോ സ്ഥലത്ത് അതാത് സ്ഥലങ്ങളിൽ സൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറെ ആദ്യമായി കേൾക്കുന്നതുകൊണ്ട് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഇത് മെറ്റബോളിസം കംപ്ലീറ്റ് പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ തലയിൽ കയറും. അതിൽ നമുക്ക് ആദ്യം നമുക്ക് പൈറോഫോസ്ഫേറ്റ്സ് നോക്കാം. ഫോസ്ഫേറ്റ്സിന് കീഴിൽ ATP. ATPയുടെ സ്ട്രക്ചർ ആദ്യം നിങ്ങൾ ഞാൻ ഈ സ്ലൈഡ് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ATPയുടെ സ്ട്രക്ചർ ഒന്ന് എഴുതാൻ ശ്രമിക്കണം. ATPയുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അഡിനസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ ആ സ്ലൈഡ് കാണിക്കുന്നതിന് മുമ്പ് ക്ലാസ് വെച്ച് സാധാരണ ATPയുടെ സ്ട്രക്ചർ ക്ലാസ്സിൽ കുട്ടികൾ എഴുതിയതിനു ശേഷമാണ് ഞാൻ ആ സ്ട്രക്ചർ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സ്വയം ഒരു പേപ്പറിൽ ഇതിന്റെ സ്ട്രക്ചർ എഴുതാൻ ശ്രമിക്കണം. അഡിനസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അഡിനസിൻ എന്ന് പറയുന്നത് എന്തുവാ? അഡിനിൻ ബേസും റൈബോസ് ഷുഗറും. ഓക്കെ, അതിൻ്റെ കൂടെ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ ATP ആയി. ഇനി നമുക്ക് സ്ട്രക്ചർ നോക്കാം. എന്താ അഡിനിൻ N9 അഡിനിൻ നിങ്ങൾ ന്യൂക്ലിയോടൈഡിന്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിക് ആസിഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതിലെ N9 നമ്മുടെ റൈബോസ് കണക്ട് ചെയ്തേക്കുവാണ്. റൈബോസിന്റെ ഫസ്റ്റ് കാർബൺ കണക്ട് ചെയ്തേക്കാണ്. റൈബോസിന്റെ ആ CH2OH 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ അഡിനീനും റൈബോസും ചേരുമ്പോൾ അതിനെ അഡിനസിൻ എന്ന് പറയും. അഡിനീനും റൈബോസും ഒരു ഫോസ്ഫേറ്റും കൂടെ വന്നാൽ അത് AMP, അഡിനിലിക് ആസിഡ്. അതിന്റെ കൂടെ 2 ഫോസ്ഫേറ്റ് വന്നാൽ ADP, അഡിനസിൻ ഡൈഫോസ്ഫേറ്റ്. 3 വന്നാൽ ATP, അഡിനസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇതിന്റെ സ്ട്രക്ചർ മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, അതുകൊണ്ട് ഈ സ്ട്രക്ചർ നല്ല മനഃപ്പാടമാക്കുക, നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി ഹൈ എനർജി കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഹൈ എനർജി ബോണ്ടിന് ഒരു പ്രസക്തി അവിടെ വരുന്നുണ്ട്. ഹൈ എനർജി കോമ്പൗണ്ട്സിലുള്ള ചില ബോണ്ടുകൾ ഹൈ എനർജി ബോണ്ടാണ്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ ഹൈ എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്, ഫ്രീ എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നോക്കിയാൽ സ്ട്രക്ചർ ഒന്നുകൂടെ നോക്കൂ. അഡിനിൻ, റൈബോസിന്റെ ഫസ്റ്റ് കാർബൺ ഇത് 1 2 3 4 5 അഞ്ചാമത്തെ കാർബൺ. ഇത് ഫസ്റ്റ് കാർബണാണ്. ഫസ്റ്റ് കാർബണിലോട്ടാണ് അഡിനിൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അഞ്ചാമത്തെ കാർബണിലോട്ടാണ് 1 ഫോസ്ഫേറ്റ്, 2 ഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞില്ല, അതിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇത് പൈറോഫോസ്ഫേറ്റ്, 2 ഫോസ്ഫേറ്റ് വരുന്നത് പൈറോഫോസ്ഫേറ്റ്. ഈ ബോണ്ടുകളാണ് ഫോസ്ഫോ അൻഹൈഡ്രൈഡ് ബോണ്ട് എന്ന് പറയപ്പെടുന്നത്. ഫോസ്ഫോറിക് ആസിഡ് ഇതൊരു ആസിഡ് ആണല്ലോ. ഫോസ്ഫോറിക് ആസിഡും വേറെ ഫോസ്ഫോറിക് ആസിഡും, 2 ആസിഡുകൾ തമ്മിലുള്ള ബോണ്ടിനെ നമ്മൾ അൻഹൈഡ്രൈഡ് ബോണ്ട് എന്ന് പറയും. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ എനർജി റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, അതിന്റെ ഹൈഡ്രോളിസിസ്, ATPയുടെ ഹൈഡ്രോളിസിസ്, ഇറ്റ് ഹാസ് ഗോട്ട് ലാർജ് നെഗറ്റീവ് ഡെൽറ്റ G ഓഫ് ഹൈഡ്രോളിസിസ്. ഞാൻ ഒന്നുകൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റും പൈറോഫോസ്ഫേറ്റിന്റെ സ്ട്രക്ചേഴ്സ് ഡെപിക്ട് ചെയ്ത് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഫോസ്ഫേറ്റ് 5 വാലൻസി ആണ്, 1 2 3 4 5. ആ ഡബിൾ ബോണ്ടും ഇവിടെ OH ന് പകരം O- എന്നും ഇടാം. ഹൈഡ്രജൻ മാറിക്കഴിഞ്ഞാൽ ആക്വസ് മീഡിയത്തിൽ സാധാരണ അയണിക് ഫോമിൽ വരുന്നതുകൊണ്ട് O-. ഇനി പൈറോഫോസ്ഫേറ്റ് ആണെങ്കിലോ ഒരു ഫോസ്ഫേറ്റ് വേറൊരു ഫോസ്ഫേറ്റ്. നമ്മൾ നേരത്തെ ഒരു ഇന്റർമീഡിയറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞെടുത്ത് പൈറോഫോസ്ഫേറ്റ് പഠിക്കുന്നുണ്ട്. ആ പൈറോഫോസ്ഫേറ്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ പൈറോഫോസ്ഫേറ്റിന് ഇടയ്ക്കും ഒരു അൻഹൈഡ്രേറ്റ് ബോണ്ട് ഉണ്ട്. ഇനി ATPക്ക് ഹൈ ഡെൽറ്റ G ഓഫ് ഹൈഡ്രോളിസിസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഈ എന്ന് വെച്ചാൽ ATP ഹൈഡ്രലൈസ് ചെയ്ത് ADP ആൻഡ് PAയും ADP ഹൈഡ്രലൈസ് ചെയ്ത് AMP PAയും ആകുമ്പോൾ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. അതിന്റെ കാരണമാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഹൈ എനർജി ബോണ്ടിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതിന് ഹൈ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യലും ഉണ്ട്. അതായത് ഹൈ എനർജി ബോണ്ടുള്ള ATPക്ക് അതിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ വേറൊരു കോമ്പൗണ്ടിലേക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ഫോസ്ഫേറ്റ് എന്ന ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഹൈ എനർജി കോമ്പൗണ്ട്സിനുണ്ട്. അപ്പൊ ഇവിടെ ATP അല്ലേ, ATPയിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ വേറൊരു മോളിക്യൂൾ, നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്ട്രക്ചർ ഒരു റിയാക്ഷൻ പഠിച്ചായിരുന്നു. ഗ്ലൂക്കോസ് പ്ലസ് ATP ഗീവ്സ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അപ്പം ATPയിൽ നിന്നും ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഗ്ലൂക്കോസിലേക്ക് പോകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ATPക്ക് ആ ഹൈ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഗ്ലൂക്കോസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഓൾ ഹൈ എനർജി ബോണ്ട്സ് ഹാവ് ഗോട്ട് ഹൈ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ. ഇനി ഇവിടെ നോക്ക്,
AMP PP, അതായത് അഡ്നസിൻ മോണോഫോസ്ഫേറ്റിൽ ഒരു ഫോസ്ഫേറ്റ്, രണ്ട് ഫോസ്ഫേറ്റ്. അപ്പൊ ഇത് ATPയുടെ സ്ട്രക്ചറാണ് എഴുതിയേക്കുന്നത്, അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നതേ ഉള്ളൂ. ദിസ് ഇസ് അഡ്നസിൻ ട്രൈഫോസ്ഫേറ്റ്. ദിസ് ഹൈഡ്രലൈസസ് ടു ഗീവ് ADP ആൻഡ് PI. AMP P എന്ന് പറഞ്ഞാൽ ADP എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് റിലീസ് ചെയ്ത് ADP ആൻഡ് PI ആയി. അപ്പൊ ഈ റിയാക്ഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി ADP ഹൈഡ്രലൈസ് ചെയ്ത് AMPയും PIയും ആയി. ഈ റിയാക്ഷൻ ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി വേറെ തരത്തിൽ ATP ഹൈഡ്രലൈസ് ചെയ്യാം. ATP ക്യാൻ ഹൈഡ്രലൈസ് ടു ഗിവ് AMP ആൻഡ് PPI. അങ്ങനെയും വേണമെങ്കിൽ ഹൈഡ്രലൈസ് ചെയ്യാം. AMPയും PPI ആയിട്ട് ഹൈഡ്രലൈസ് ചെയ്യാം. ഇനി ആ PPI എന്നുള്ളത് വീണ്ടും ഹൈഡ്രലൈസ് ചെയ്ത് 2PI ആയിട്ട് മാറാം. അപ്പൊ ഇത് രണ്ട് രീതിക്ക് ATPക്ക് ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ ചെയ്താലും നിങ്ങൾ ഇവിടെ ഒരു സ്ക്വിഗിൾ കണ്ടോ? ഈ ഇതിനെയാണ് സ്ക്വിഗിൾ എന്ന് പറയുന്നത്. ബിക്കോസ് ഹൈ എനർജി ബോൺസ് ആർ റെപ്രസെന്റഡ് ബൈ സ്ക്വിഗിൾ. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല കാണിക്കുന്നത്, സ്ക്വിഗിളിന്റെ ഫോമിലാണ് അത് കാണിക്കുന്നത്. ഈ സ്ക്വിഗിൾ കണ്ടതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോണം. ദിസ് ഇസ് എ ഹൈ എനർജി ബോണ്ട്. ഇത് ബ്രേക്ക് ചെയ്താൽ, ഇത് ഹൈഡ്രലൈസ് ചെയ്താൽ എനർജി റിലീസ് ചെയ്യപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ATP ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതൊരു എനർജി സോഴ്സ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ATP ഈസ് എ സോഴ്സ് ഓഫ് എനർജി. രണ്ടാമത് വേറൊരു പ്രത്യേകത വെച്ചാൽ ATP ഹൈഡ്രലൈസ് ചെയ്ത് കിട്ടുന്ന AMP എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എനർജി സെൻസർ. അതായത് ഒരു സെല്ലിൽ AMPയുടെ അളവ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ATP കുറയുന്നതുകൊണ്ടാണല്ലോ AMP കൂടുന്നത്. ATP ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴല്ലേ AMP കൂടുന്നത്. അപ്പൊ AMP കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഇറ്റ് മീൻസ് ദാറ്റ് ATP ഈസ് ലോ, ദാറ്റ് ഇസ് എനർജി ഈസ് ലോ. എനർജി ലോ ആണെന്ന് സെൻസ് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആണ് AMP. സോ ദിസ് ഇസ് എൻ എനർജി സെൻസർ. അപ്പൊ എനർജി സെൻസർ ഈ AMP കൂടുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ആക്ടിവേറ്റ് റിയാക്ഷൻസ് വിച്ച് വിൽ ലീഡ് ടു സിന്തസിസ് ഓഫ് ATP. മനസ്സിലാവുന്നുണ്ടോ? AMP കൂടിയാൽ അതിന്റെ അർത്ഥം ATP കുറഞ്ഞു. അപ്പൊ ATP ഉണ്ടാക്കാനുള്ള വഴികൾ സെൽ നോക്കിക്കോണം. അതുകൊണ്ട് എന്താ, ഇറ്റ് വിൽ ആക്ടിവേറ്റ്, AMP വിൽ ആക്ടിവേറ്റ് ദോസ് റിയാക്ഷൻസ് വിച്ച് വിൽ റിസൾട്ട് ഇൻ ദി ഫോർമേഷൻ ഓഫ് ATP. മനസ്സിലാവുന്നുണ്ടോ? ഇതും ഞാൻ മുന്നോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വിൽ കം അക്രോസ് റിയാക്ഷൻസ് ലൈക്ക് ദിസ്. ഇനി നമ്മൾ മെറ്റബോളിസം പഠിക്കവേ കാണാം ATPയും AMPയും കൂടെ റിയാക്ട് ചെയ്ത് 2 ADP ഉണ്ടാകുന്ന ചില റിയാക്ഷൻസ് നമുക്ക് കാണാം. അതായത് ATPയിൽ അഡ്നസിൻ ട്രൈഫോസ്ഫേറ്റിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് AMPയിലേക്ക് പോയി അത് ADP ആയി മാറുന്നു. അപ്പോൾ ഒരു ATPയും AMPയും കൂടെ ചേർന്ന് 2 ADP ആവുന്നു. These kinds of reactions are catalyzed by the enzyme adenylate kinase. കൈനേസ് എന്ന് പറയുന്ന എല്ലാ എൻസൈംസും, കൈനേസ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം അത് ഫോസ്ഫോറിലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് കൈനേസ്. അപ്പൊ നിങ്ങൾ ഇനി എവിടെ കൈനേസ് എന്ന് കേട്ടാലും അവിടെ ഒരു ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇപ്പൊ ഇവിടെ AMPയെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് അഡ്നസിൻ മോണോഫോസ്ഫേറ്റിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ADP ആക്കുക. അപ്പൊ ഇവിടുന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ 2 ADP ഉണ്ടായി. അതാണ് ഈ റിയാക്ഷനിൽ കാണുന്നത്. ഇനിയും റിയാക്ഷൻസ് നമുക്ക് കാണാം. വേർ ATP റിയാക്ട്സ് വിത്ത് GDP ടു ഗിവ് ADP ആൻഡ് GTP. എന്ന് വെച്ചാൽ ATPയിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് GDPയിലേക്ക്, GDP എന്ന് വെച്ചാൽ എന്താ, ഗുവാനസിൻ ഡൈഫോസ്ഫേറ്റ്, GDPയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? GTP ആയി മാറും. ഒരു ഫോസ്ഫേറ്റ് കൂടെ കിട്ടുമ്പോൾ ഇത് GTP ആവും. ഇവിടുന്ന് ഒരു ഫോസ്ഫേറ്റ് പോയാൽ അത് ADP ആയി. അപ്പൊ ATP പ്ലസ് GDP ഗിവിംഗ് ADP പ്ലസ് GTP. അതുപോലെ ATP പ്ലസ് UDP ഗിവിംഗ് ADP പ്ലസ് UTP. ഇത്തരം റിയാക്ഷൻസ് ദേ ആർ കാറ്റലൈസ്ഡ് ബൈ ദി എൻസൈം ന്യൂക്ലിയോസൈഡ് ഡൈഫോസ്ഫേറ്റ് കൈനേസ്. ഇതെല്ലാം ഈ എൻസൈംസും ഈ റിയാക്ഷൻസും ഒക്കെ ഓർത്ത് വെക്കണം. നമ്മൾ ഇനി കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അടുത്തത് ATP ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈ എനർജി റിലീസ് ചെയ്യപ്പെടും. ATP is hydrolyzed to give -30.5 kilojoules per mole അഥവാ -7.3 calories per mole. ഈ എനർജി റിലീസ് ചെയ്യാനുള്ള കാരണമാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഇത്രയും എനർജി ATP ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നു? ഇപ്പൊ ATPയുടെ ഹൈഡ്രോളിസിസ് ഇവിടെ ഡെപ്പിക്ട് ചെയ്തേക്കുക. ATP എന്ന് വെച്ചാൽ എന്തുവാ? AMPയിലേക്ക് 2 ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നു. AMP PP. ദിസ് ഇസ് ATP. ATPയുടെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രലൈസ് ചെയ്യപ്പെടുമ്പം ADP, AMP P എന്ന് വെച്ചാൽ ADP ആണ്. ADP plus PI. PI is inorganic phosphate. ഇതാണ് ഇനോർഗാനിക് ഫോസ്ഫേറ്റിന്റെ സ്ട്രക്ചർ. അപ്പൊ ATP ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ADPയും PIയും കിട്ടും. അതിന്റെ ഭാഗമായിട്ട് -30.5 kilojoules per mole എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ഇനി വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്
ഹൈ ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ്. എന്തുകൊണ്ട് എ ടി പി ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ഇത്രയും എനർജി റിലീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മിക്കപ്പോഴും 4 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിന് 4 കാരണങ്ങളാണ്. പ്രധാനപ്പെട്ട 2 കാരണങ്ങളും പിന്നെ വേറെ 2 കാരണങ്ങളും ഉണ്ട്. ഈ 4 കാരണങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഹൈ ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് ഓഫ് എ ടി പി? ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ ടി പി ഹൈഡ്രലൈസ് ചെയ്ത് എ ഡി പിയും പി ഐയും ആകുന്നു. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ, റിവേഴ്സിബിൾ വെച്ചാൽ ഫോർവേഡ് ഡയറക്ഷനിലോട്ടും പോകാം, ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ടും പോകാം. അപ്പൊ എങ്ങോട്ടുള്ള റിയാക്ഷൻ ആണോ, ഏത് ഡയറക്ഷനിലോട്ടുള്ള റിയാക്ഷൻ ആണോ സ്റ്റേബിൾ ആയ പ്രോഡക്ട്സ് തരുന്നത്, ആ ഡയറക്ഷനിലോട്ടല്ലേ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ എ ഡി പിയും പി ഐയും എ ടി പിയേക്കാൾ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് റിയാക്ഷൻ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മനസ്സിലായോ? എ ടി പി ഹൈഡ്രലൈസ് ചെയ്ത് എ ഡി പിയും പി ഐയും ഉണ്ടായാൽ if ADP and PI are more stable than ATP, then this reaction is driven in the forward direction. Then the delta G of hydrolysis will be high. മനസ്സിലാവുന്നല്ലോ? അപ്പൊ എ ഡി പിയും പി ഐ എന്തുകൊണ്ട് ഇതിനെക്കാട്ടി കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇൻഡയറക്ട്ലി അതിന്റെ കാരണം. അപ്പൊ അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഒന്ന് റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ഹൈഡ്രോളിസിസ്. റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഹൈഡ്രോളിസിസ് ഓഫ് എ ടി പി. പിന്നൊരു കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ ടി പി ഹെഡ്ലൈസ് ചെയ്ത് കിട്ടുന്നത് എ ഡി പിയും പി ഐയും ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ എ ഡി പിയും പി ഐയും എ ടി പിയേക്കാൾ സ്റ്റേബിൾ ആണ്. വൈ? ബിക്കോസ് ദേ ഹാവ് ഗോട്ട് റെസനൻസ് സ്ട്രക്ചേഴ്സ്. ഇപ്പൊ ഫോസ്ഫേറ്റിന്റെ വേരിയസ് റെസനൻസ് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ പി ഐ ഫോം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഈ നിങ്ങൾ റെസനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺസ് നീങ്ങുന്നു, ബോണ്ട് ഇങ്ങോട്ട് നീങ്ങുന്നു, അങ്ങനെ നീങ്ങി ദീസ് ആർ ദ വേരിയസ് റെസനൻസ് സ്ട്രക്ചേഴ്സ് ഓഫ് ഫോസ്ഫേറ്റ്. അതേപോലെ ദീസ് ആർ ദ വേരിയസ് റെസനൻസ് സ്ട്രക്ചേഴ്സ് ഓഫ് എ ഡി പി. അതേസമയം എ ടി പിക്ക് ഇത്രയും റെസനൻസ് സ്ട്രക്ചേഴ്സ് ഇല്ല. എ ഡി പിക്കും പി ഐക്കും ഉള്ളതുപോലെ റെസനൻസ് സ്ട്രക്ചേഴ്സ് എ ടി പിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റെസനൻസ് സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് പി ഐയും എ ഡി പിയും എ ടി പിയേക്കാൾ സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് എ ടി പി ഹൈഡ്രലൈസ് ചെയ്യാൻ കൂടുതൽ ഒരു ത്വര കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റൈറ്റ് ഡൗൺ ആൻഡ് നെക്സ്റ്റ് ഡേ യു പ്ലീസ് ആസ്ക് മീ. അടുത്ത ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ. എ ടി പിയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിയേ, അഡിനിൻ, റൈബോസ്, 3 ഫോസ്ഫേറ്റ്. ഇതിലുള്ള നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് കണ്ടോ? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒന്ന്. അപ്പൊ എ ടി പിക്ക് മൊത്തം 4 നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ക്ലാസ്സിൽ സാധാരണ ഇത് ഞാൻ എഴുതിപ്പിക്കാറാ പതിവ്. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഇപ്പൊ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എ ടി പിയിൽ 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ 4 നെഗറ്റീവ് ചാർജ് അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഉള്ള സാധ്യത ഏത് സ്ട്രക്ചറിൽ? എ ടി പിയിൽ. എ ടി പി will have to face more electrostatic repulsion. Whereas ADP നോക്കിയേ, അവിടെ 3 നെഗറ്റീവ് ചാർജേ ഉള്ളൂ. ഇവിടെ 3 നെഗറ്റീവ് ചാർജേ ഉള്ളൂ, പക്ഷെ ഇവിടെ 4 നെഗറ്റീവ് ചാർജ്. കണക്ക് നോക്കിയാൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ is more in ATP than ADP. അങ്ങനെ നോക്കുമ്പോഴും ADP അല്ലേ കൂടുതൽ സ്റ്റേബിൾ എ ടി പിയേക്കാൾ. അപ്പൊ ആ 2 കാര്യങ്ങൾ ഒറ്റ പിക്ചറിൽ ഇവിടെ കാണിച്ചേക്കോ. എ ടി പി ഹൈഡ്രലൈസ് ചെയ്ത് പി ഐയും എ ഡി പിയും കിട്ടുന്നു. പി ഐ ആൻഡ് both എ ഡി പി ആൻഡ് പി ഐ ഹാസ് ഗോട്ട് റെസനൻസ് സ്റ്റെബിലൈസേഷൻ, വേറസ് എ ടി പി ഡസ് നോട്ട് ഹാവ്. ഇനി എ ഡി പിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ അയൺസ് നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് നോക്കിയാൽ എ ടി പിക്ക് ആണെങ്കിൽ 4 എണ്ണം ഉണ്ട്, എ ഡി പിക്ക് ആണെങ്കിൽ 3 എണ്ണം ഉള്ളൂ. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷനും എ ടി പിക്ക് കൂടുതലാണ്, എ ഡി പിക്ക് കുറവാണ്. ഇനി വേറൊരു മൈനർ 2 റീസൺ എന്ന് വെച്ചാൽ എ ടി പിയുടെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫോസ്ഫേറ്റും എച്ച് പ്ലസും എ ഡി പിയും അവർക്ക് ഇറ്റ് ഹാസ് ഗോട്ട് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ. നിങ്ങൾ സോൾവേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ ഈ അയോൺസിന്റെ ചുറ്റിനും വാട്ടർ മോളിക്യുലർ ഷെൽ ഫോം ചെയ്യുന്നതിനാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സോൾവേഷൻ എന്നും പറയും. ഈ സോൾവേഷൻ ഷെൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം വാട്ടർ കൊണ്ടുള്ള സോൾവേഷൻ ഷെല്ല ഫോം ചെയ്യുന്നെങ്കിൽ അതിനെ ഹൈഡ്രേഷൻ എന്ന് പറയും. അപ്പൊ ഈ അയോൺസിന്റെ ചുറ്റിനും വാട്ടർ മോളിക്യൂൾ വിൽ ഫോം ഷെൽസ് ആൻഡ് therefore ഈ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ ഇസ് മോർ ഫോർ ദീസ് അയോൺസ്. അതുകൊണ്ട് തന്നെ in case of ATP, it is easier to lose its phosphate group, whereas in case of ADP, more water is required to lose its phosphate. ഇത് ഒരു കാരണമാണ് എ ടി പി കൂടുതൽ ഹൈഡ്രലൈസ് ചെയ്ത് പ്രോഡക്റ്റ് ആയ എ ഡി പിയും പി ഐയും ആകാൻ കാരണം. ഇനി ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആയ എ ഡി പി വീണ്ടും ഹൈഡ്രലൈസ് ചെയ്ത് എ എം പിയും പി ഐയും ആകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, എ ടി പി ആദ്യം എ ഡി പിയും പി ഐയും ആയി, ഇനി എ ഡി പിക്ക് വീണ്ടും എ എം പിയും പി ഐയും ആകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ദാറ്റ് ഓൾസോ ഡ്രൈവ്സ് എ റിയാക്ഷൻ ടുവേഴ്സ് ഫോർവേഡ് ഡയറക്ഷൻ. ഈ 4 കാരണം കൊണ്ടാണ് എ ടി പിയുടെ ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് വളരെ വലുത്.
So last class we were discussing about high energy compounds. The high energy compounds are energy rich compounds that can liberate at least 7 calories per mole or 20 to 25 kilojoules per mole. And I had told that it is classified as seen below, and we had already discussed about pyrophosphates under which ATP comes. ATP is an example, and I had also discussed the reasons why ATP has got high delta G of hydrolysis. Now let's discuss the rest of the classes. You can see a group called phosphogens. First we'll be discussing about phosphogen, under which comes phosphocreatine. ഇനി ഫോസ്ഫോക്രിയാറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അത് മസിലുള്ള ഒരു എനർജി സോഴ്സ് ആണ്. നമ്മുടെ മസിലിൽ ഓൾറെഡി കുറച്ച് ATP എനർജി സോഴ്സ് ആയിട്ടുണ്ട്. അപ്പം മസിൽ കൺട്രാക്ട് ചെയ്ത് തുടങ്ങുമ്പം ഈ കുറച്ചുള്ള ATP ഡിപ്ലീറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഡിപ്ലീറ്റ് ചെയ്യുമ്പം ആ ATP റീപ്ലനിഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഫോസ്ഫോക്രിയാറ്റിൻ ബ്രേക്ക് ചെയ്ത് ക്രിയാറ്റിനും ATP ആയിട്ട് മാറും. ആ ATP ആണ് പിന്നീട് മസിലിന് എനർജി കൊടുക്കുന്നത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. മസിലുള്ള ഒരു എനർജി സോഴ്സ് ആണ് ഫോസ്ഫോക്രിയാറ്റിൻ. മസിലിൽ ഓൾറെഡി ഉള്ള ATP മസിൽ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡിപ്ലീറ്റ് ആയി പോകും. ആ ഡിപ്ലീറ്റ് ചെയ്യുന്ന ATPയെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഫോസ്ഫോക്രിയാറ്റിൻ ബ്രേക്ക് ചെയ്ത് ATPയും ക്രിയേറ്റിനായിട്ട് മാറും. ഈ ATP ആണ് അവിടുത്തെ എനർജി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഫോസ്ഫോക്രിയാറ്റിൻ ഉണ്ടാകുന്നത് നോക്കാം. An enzyme called creatine kinase catalyzes the phosphorylation of creatine to give phosphocreatine. ഇനി കൈനേസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇനി മുതൽ ഓർത്തോണം. കൈനേസ് ഇസ് an enzyme which catalyzes phosphorylation reactions. Here creatine kinase ആയതുകൊണ്ട് ക്രിയാറ്റിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന enzyme. അപ്പോൾ ഈ സാധാരണ കൈനേസസ് ആർ കാറ്റലൈസസ് റിയാക്ഷൻസ് വിച്ച് ആർ ഇറിവേഴ്സിബിൾ. ബട്ട് ക്രിയാറ്റിൻ കൈനേസ് ഒരു എക്സെപ്ഷൻ ആണ്. അതിൻ്റെ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പോൾ ക്രിയാറ്റിനിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നാൽ അത് ഫോസ്ഫോക്രിയാറ്റിനായി. ഇനി ആര് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കും? ATP കൊടുക്കും. എന്തുകൊണ്ട് ATP കൊടുക്കും? കാരണം ATPക്ക് ഹൈ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ATPയിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ക്രിയാറ്റിനിലേക്ക് പോയി അത് ഫോസ്ഫോക്രിയാറ്റിനായി മാറും. ATPയിലെ ഒരു ഫോസ്ഫേറ്റ് പോയപ്പോൾ അത് ADP ആയി മാറി. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ക്രിയാറ്റിൻ കൈനേസ്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്. നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഒരു ക്ലാസ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് വരുന്നതാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സ്ട്രക്ചർ ആണ് പൈറുവേറ്റ്. ഇറ്റ് ഇസ് എ 3 കാർബൺ കീറ്റോ ആസിഡ്. നോക്കിയ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, ആസിഡിക് ഗ്രൂപ്പ് ഉണ്ട്. ഒരു 3 കാർബൺ കീറ്റോ ആസിഡ് ആണ് CH3COCOOH. ഇറ്റ് ഇസ് എ 3 കാർബൺ കീറ്റോ ആസിഡ്. ഇനി ഈ കീറ്റോ ഗ്രൂപ്പ് മാറി അവിടെ ഈനോൾ ഗ്രൂപ്പ്, നിങ്ങൾ പണ്ട് കീറ്റോ ഈനോൾ ടോട്ടോമറിസം പഠിച്ചിട്ടില്ല, അവിടെ കീറ്റോ ഗ്രൂപ്പ് മാറി അതിന്റെ ഒരു ഐസോമർ ആണ് ഈനോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈനോൾ ഫോം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം CH2 double bond COH. This is the enol form of pyruvate. This is keto form of pyruvate. This is enol form of pyruvate. ഇനി ഇവിടുത്തെ സെക്കൻഡ് കാർബണിലെ ഹൈഡ്രോക്സി ഗ്രൂപ്പിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നാൽ ദിസ് ഇസ് ആൽക്കഹോൾ ഗ്രൂപ്പ്, അവിടേക്ക് ആസിഡ് ഗ്രൂപ്പും കൂടെ ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എസ്റ്റർ ബോണ്ട് ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഫോംസ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആൻഡ് ദിസ് എസ്റ്റർ ബോണ്ട് ഇസ് ഹൈ എനർജി ബോണ്ട്. എന്ന് വെച്ചാൽ PEP ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എനർജി ലിബറേറ്റ് ചെയ്യപ്പെടും ആൻഡ് ദാറ്റ് എനർജി ക്യാൻ ബി യൂട്ടിലൈസ് ടു സിന്തസൈസ് ATP. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. PEP ഈസ് എ ഹൈ എനർജി കോമ്പൗണ്ട് ആൻഡ് ദിസ് ഹൈ എനർജി കോമ്പൗണ്ട് ഓൺ ബ്രേക്ക് ഡൗൺ that phosphate this ester bond breaks to release energy which can be utilized to form ATP. എന്ന് വെച്ചാൽ PEP ബ്രേക്ക് ചെയ്താൽ ഒരു ATP ജനറേറ്റ് ചെയ്യും. സാധാരണ എസ്റ്റർ ബോണ്ട്സിന് ഹൈ എനർജി കാണത്തില്ല, but this bond is an exception. It is high energy bond. Now let us go back to ATP. Adenine, N9 attached to C1 of ribose and C5 of ribose is attached to 3 phosphate group. Now ഇവിടെ CH2OH ലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ്. അപ്പോൾ ആൽക്കഹോൾ ആ ഗ്രൂപ്പ് ആസിഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ എസ്റ്റർ ലിങ്കേജ് ഉണ്ടായിരിക്കുന്നത്. ഇനി ദിസ് എസ്റ്റർ ലിങ്കേജ് ഈസ് ലോ എനർജി ലിങ്കേജ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ATP hydrolyzed to give ADP and PI, energy is released. ADP is hydrolyzed to give AMP and PI, again energy is released. പക്ഷേ AMP പിന്നീട് അഡിനീനും റൈബോസും ഫോസ്ഫേറ്റുമായി മാറുന്നതും എനർജി റിലീസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. വൈ? ബിക്കോസ് ദിസ് എസ്റ്റർ ലിങ്കേജ് ഇസ് ലോ എനർജി ബോണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ATP എഴുതുമ്പോഴത്തേക്ക് ATP കഴിഞ്ഞിട്ട് ഈ ബോണ്ട് ലോ എനർജി ബോണ്ട്, അത് കഴിഞ്ഞുള്ള 2 ബോണ്ടുകളാണ് ഹൈ എനർജി ബോണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആ സ്ക്വിഗിൾ കൊടുക്കാം. ഇനി ഓരോ പ്രാവശ്യം നിങ്ങൾ ATPയുടെ സ്ട്രക്ചർ എഴുതുമ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. ഈ സ്ട്രക്ചർ പഠിക്കണം. പക്ഷെ നമ്മളിപ്പോൾ ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻ എഴുതുവാണെങ്കിൽ ഈ Pക്ക് ഒരു വട്ടം ഇട്ട് വെച്ചാൽ കഴിഞ്ഞാൽ it is understood that it is phosphate. വെറും P ഇട്ടാൽ അത് വെറും ഫോസ്ഫറസ് ആണ്. പക്ഷെ Pക്ക് വട്ടം ഇട്ടാൽ it is phosphate. അപ്പോൾ നിങ്ങൾ CH2O
CH2O P വട്ടം ഒരു സ്ക്വിഗിൾ P വട്ടം ഒരു സ്ക്വിഗിൾ P വട്ടം. അപ്പോൾ 2 ഹൈ എനർജി ബോണ്ട് ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലാവുന്നതോ? അടുത്ത ഗ്രൂപ്പാണ് തയോഎസ്റ്റർ. തയോഎസ്റ്ററിന് കീഴിൽ വരുന്ന എക്സാമ്പിളാണ് CoA-SH. കോഎൻസൈം എ. നമ്മൾ സാധാരണ എൻസൈമായിട്ട് ഇത് കൺഫ്യൂസ് ചെയ്യും. ദിസ് ഇസ് കോൾഡ് കോഎൻസൈം ASH. കോയ ഒരു വലിയ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിലുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് SH. ആൻഡ് ദിസ് SH ക്യാൻ ലിങ്ക് വിത്ത് ഫാറ്റി അസൈൽ group to give fatty acyl CoA. അപ്പോൾ ഫാറ്റി അസൈൽ CoA ആയിക്കഴിഞ്ഞാൽ ദിസ് ബോണ്ട് ഇസ് ഹൈ എനർജി ബോണ്ട്. അത് നമുക്കൊരു സ്ക്വിഗിളിലൂടെ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഇസ് എ ഹൈ എനർജി ബോണ്ട്. അപ്പോൾ നമ്മൾ ഫാറ്റി അസൈൽ CoA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹൈ എനർജി കോമ്പൗണ്ട്. ഇത് ബ്രേക്ക് ചെയ്താൽ എനർജി കിട്ടും. ഇനി വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനും ഹൈ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അസൈൽ ഗ്രൂപ്പാണ്. ചില റിയാക്ഷൻസിൽ നമുക്ക് ATPക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതുപോലെ അസൈൽ CoA എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ acyl group. So this also has got high group transfer potential. അതാണ് ഈ സ്ലൈഡിലും പറഞ്ഞേക്കുന്നത്. ഇതാണ് കോഎൻസൈം എയുടെ സ്ട്രക്ചർ. ADP3 ഫോസ്ഫേറ്റ്, ഒരു പാൻറ്റോതെനിക് ആസിഡ്, പിന്നെ ബീറ്റാ മെർകാപ്റ്റോ ഈഥൈലമീൻ. അവിടുത്തെ ഈ SH ആണ് CoA-SHന്റെ SH എന്ന് പറയുന്നത്. ഇതാണ് ഫാറ്റി ആസിഡുമായിട്ട് ലിങ്ക് ചെയ്ത് ഫാറ്റി അസൈൽ CoA ഉണ്ടാക്കുന്നത്. ഈ സ്ട്രക്ചർ ഒന്ന് പഠിക്കുക നിങ്ങൾ. ഇനി വേറൊരു രസകരമായ കാര്യം വെച്ചാൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസിന്റെ 6th കാർബണിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നു. ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റിൽ ഗ്ലിസറോളിന്റെ 3rd കാർബണിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നു. ഇത് രണ്ടും എസ്റ്റർ ബോണ്ടാണ്. പക്ഷേ ദീസ് ആർ ലോ എനർജി ബോണ്ട്സ്. ഓക്കെ, ഇത് രണ്ടും ബ്രേക്ക് ചെയ്താൽ യു കനോട്ട് ഗെറ്റ് എനർജി. ദേ ആർ ലോ എനർജി ബോണ്ട്. ഇതിന്റെ ബ്രേക്ക് ഡൗൺ കൊണ്ട് നമുക്ക് എനർജി റിലീസ് ചെയ്യത്തില്ല, ATP സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന്റെ ഒരു ടേബിൾ നോക്കിക്കേ. PEPയുടെ ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് ഏറ്റവും ഹൈ ആണ്. അത് കഴിഞ്ഞാൽ ഫോസ്ഫോക്രിയേറ്റിൻ, അത് കഴിഞ്ഞാൽ പൈറോഫോസ്ഫേറ്റ്, അതും കഴിഞ്ഞിട്ട് ATP വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ബ്രേക്ക് ചെയ്താൽ നമുക്ക് അതിൽ നിന്നും എനർജി ലിബറേറ്റ് ചെയ്ത് ആ എനർജി ഉപയോഗിച്ച് ATP സിന്തസൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റും ബ്രേക്ക് ചെയ്താൽ നമുക്ക് എനർജി ആവശ്യത്തിന് എനർജി കിട്ടത്തില്ല. ATP സിന്തസൈസ് ചെയ്യാൻ മാത്രം എനർജി കിട്ടില്ല. ഇത് ഈ പണം പോലെയാണ്. നമ്മളിപ്പോൾ ഒരു പണത്തിന് കാട്ടി മൂല്യമുള്ള ഒരു സാധനം വിറ്റാൽ നമുക്ക് പണം കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ. ATPയെ കാട്ടി എനർജിയുള്ള മോളിക്യൂൾസ് ആണ് ഈ മൂന്നെണ്ണം. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അവിടുന്ന് ATP ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് രണ്ടെണ്ണത്തിന് ATPയേക്കാൾ എനർജി കുറഞ്ഞതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്താൽ ATP കിട്ടില്ല. ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യമാണ് ATP-ADP സൈക്കിൾ. ATP ഒരു ലിവിങ് സെല്ലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ADP കിട്ടും. അപ്പോൾ ഈ ഹൈഡ്രോളിസിന്റെ ഭാഗമായിട്ട് ഡെൽറ്റ ജി ഓഫ് ഹൈഡ്രോളിസിസ് റിലീസ് ചെയ്യുമല്ലോ, ഡെൽറ്റ ജി റിലീസ് ചെയ്യും. ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡു ഡിഫറെന്റ് വർക്ക്സ് ലൈക്ക് മോഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ബയോസിന്തസിസ് ആൻഡ് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ. നിങ്ങൾ മെറ്റബോളിസം ചാപ്റ്റർ മുഴുവൻ പഠിക്കുമ്പോൾ ഇത് ഓരോന്ന് എന്താണെന്ന് മനസ്സിലാവും. മോഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ATP ഹൈഡ്രലൈസ് ചെയ്ത് ADP ആകുമ്പോൾ അതിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി ഈ വർക്കുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ATP വീണ്ടും ഉണ്ടാക്കിയാലല്ലേ വീണ്ടും നമുക്ക് ഈ ആക്ടിവിറ്റിക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ATP വീണ്ടും ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ADPയിൽ നിന്നും ATP ഉണ്ടാക്കണം. ADPയെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ഉണ്ടാക്കണം. അതിന് 2 മെത്തേഡാണ് മെയിൻലി നേച്ചറിലുള്ളത്. ഒന്ന് ഫോട്ടോസിന്തസിസ് വഴി ADPയെ നമുക്ക് ATP ആക്കാൻ പറ്റും. നമുക്കെന്നല്ല, ലിവിങ് സെല്ലിന് ആക്കാൻ പറ്റും. ഒരു ഫോട്ടോസിന്തറ്റിക് സെൽ ക്യാൻ സിന്തസൈസ് ATP ഫ്രം ADP by the process of photosynthesis. പിന്നെ ഒരു മെത്തേഡ് ഓക്സിഡേഷൻ ഓഫ് ഫ്യൂവൽ മോളിക്യൂൾ. ഗ്ലൈക്കോളിസിസ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കാർബോഹൈഡ്രേറ്റോ പ്രോട്ടീനോ ഫാറ്റ്സോ എന്ത് വേണമെങ്കിലും ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് ATP സിന്തസൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഹോൾ പ്രോസസ് ഇസ് കോൾഡ് ATP-ADP cycle. So last class we were discussing about the high energy compounds, various classes of high energy compounds. Now we will get familiarized with another molecule called cyclic AMP. Cyclic AMP is also called 3-5 cyclic AMP. Okay, അപ്പോൾ 3-5 cyclic AMP എന്ന് പറഞ്ഞാൽ ATPയുടെ സ്ട്രക്ചർ അറിയാമല്ലോ. ATPയുടെ സ്ട്രക്ചർ എങ്ങനെയാ? സെൻട്രൽ മോളിക്യൂൾ ആയിട്ടുള്ള റൈബോസിന്റെ ഫസ്റ്റ് കാർബണിലേക്ക് N9 ഓഫ് അഡിനിൻ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് C5 ഓഫ് റൈബോസിലേക്ക് 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. അതാണല്ലോ ATP. ഇനി ഈ റൈബോസിന്റെ 3' 5', 3' എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. റൈബോസ് നിങ്ങൾ മനസ്സിൽ കണ്ടേ. റൈബോസ് നമ്മുടെ ഇങ്ങനെ സ്ട്രക്ചർ ആണ്. ഇത് കാർബൺ 1, കാർബൺ 2, കാർബൺ 3. ഈ 3rd കാർബണും മേളിലോട്ട് പോകുന്ന 5th കാർബണും തമ്മിൽ
ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വഴി സൈക്ലൈസ് ചെയ്യുന്നതാണ് സൈക്ലിക് AMP എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ ഞാൻ ഈ അതിന്റെ സ്ട്രക്ചർ ഇതിൽ കാണിക്കും ഈ സ്ലൈഡിൽ. അതിന് മുമ്പ് നിങ്ങളൊരു ബ്ലാങ്ക് പേപ്പറിൽ അതിന്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കണം. എങ്ങനെ വരയ്ക്കും? നിങ്ങൾ ആദ്യം റൈബോസ് വരയ്ക്കണം. റൈബോസിന്റെ C1 അഡിനിൻ അറ്റാച്ച് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് C5 റൈബോസിന്റെ C5ഉം റൈബോസിന്റെ CH2O ഫിഫ്ത്ത് കാർബൺ റൈബോസിന്റെ C3യും റൈബോസിന്റെ C5ൽ എന്തോ കിടക്കുന്നത്? CH2OH ആണ് കിടക്കുന്നത്. ആ CH2Oയും C3യിലുള്ള OHും തമ്മിൽ ബന്ധിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണം. അതാണ് സൈക്ലിക് AMP എന്ന് പറയുന്നത്. ഇതാ സ്ട്രക്ചർ ഇതാണ്. നോക്കിയേ, ഇത് റൈബോസ്, ഇത് C1, C2, C3, C4, C5. നമ്മൾ സാധാരണ ഇത് മുകളിലോട്ട് എഴുതുന്നത്. ഇത് ഇച്ചിരി സൗകര്യത്തിന് വേണ്ടി ചരിച്ചെഴുതിയേക്കുന്നത്. അപ്പൊ CH2O ഇവിടെ OH ആയിരുന്നു. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യത്തക്ക രീതിയിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് സൈക്ലിക് AMP. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് സ്വയം എഴുതാൻ ശ്രമിക്കണം. ക്ലാസ് ഞാൻ അങ്ങനെയാ ചെയ്യാറ്. സ്വയം എഴുതാൻ ശ്രമിച്ചിട്ടേ നിങ്ങൾ ഈ സ്ലൈഡ് നോക്കി എഴുതാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി സൈക്ലിക് AMP എങ്ങനെ ഉണ്ടാകുന്നു? സൈക്ലിക് AMP ഇസ് സിന്തസൈസ് ഫ്രം ATP. ATPക്കകത്തൊരു സൈക്ലൈസേഷൻ വഴിയാണല്ലോ സൈക്ലിക് AMP ഉണ്ടാകുന്നത്. സോ ATP ഇസ് കൺവേർട്ടഡ് ടു സൈക്ലിക് AMP. അപ്പൊ ATPയിൽ നിന്നും ഇവിടെ ഈ സ്ട്രക്ചറിൽ എത്ര ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്? ഒരു ഫോസ്ഫേറ്റേ ഉള്ളൂ. അപ്പൊ ATPയിൽ ഒരു ഫോസ്ഫേറ്റ് പോയി ബാക്കി എത്രയാ? ബാക്കി 2 PI ബാക്കിയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? സാധാരണ ATPയിൽ എങ്ങനെ ഫിഫ്ത്ത് കാർബണിലേക്ക് 3 ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യും. അതിലെ 2 ഫോസ്ഫേറ്റ് വിട്ടുപോയിട്ട് ബാക്കിയുള്ള ഒരു ഫോസ്ഫേറ്റ് 3' അറ്റാച്ച് ചെയ്താണ് സൈക്ലിക് AMP കിട്ടുന്നത്. ആ ബാക്കിയുള്ള PPI എന്ന് പറയുന്നത് പൈറോഫോസ്ഫേറ്റ്. പൈറോഫോസ്ഫേറ്റ് ഇതിനു മുമ്പ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ ATPയിൽ നിന്നും സൈക്ലിക് AMPയും PPI പൈറോഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്ന എൻസൈമാണ് അഡിനൈലേറ്റ് സൈക്ലേസ്. ഈ എൻസൈം മനസ്സിൽ തറപ്പിച്ചു വെച്ചോ, കാരണം ഇത് നമുക്ക് ഇനി ആവശ്യം വരും. അഡിനൈലേറ്റ് സൈക്ലേസ് വിച്ച് കൺവേർട്സ് ATP ടു സൈക്ലിക് AMP. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ട് എപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് PPI ആണെങ്കിൽ അത് മുന്നോട്ട് ഹൈഡ്രോളൈസ്ഡ് ആയി പോകും. ഏത് റിയാക്ഷനിലും PPI ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഇമീഡിയറ്റ്ലി ഗെറ്റ് ഹൈഡ്രോളൈസ് ടു 2PI. ഇത് പൈറോഫോസ്ഫേറ്റ് ആണ്, ദാറ്റ് വിൽ ഹൈഡ്രോളൈസ് ടു 2PI. പൈറോഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി എൻസൈം ക്ലാസ് പഠിക്കുമ്പോൾ എൻസൈം ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ, എൻസൈം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അവിടെ ഹൈഡ്രോളേസ് എന്ന് പറയുന്ന എൻസൈം ആണല്ലോ ഹൈഡ്രോളിസിസ് നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഫോസ്ഫേറ്റ് രണ്ട് ഫോസ്ഫേറ്റ് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഫോസ്ഫറ്റേസ്. പിന്നെ സംഭവം പൈറോഫോസ്ഫേറ്റ് ആയതുകൊണ്ട് പൈറോഫോസ്ഫറ്റേസ് എൻസൈം. സോ പൈറോഫോസ്ഫറ്റേസ് വിൽ ബ്രേക്ക് ഹൈഡ്രോളൈസ് PPI ടു 2PI. അങ്ങനെ എനർജി റിലീസ് ചെയ്യും. ആ എനർജിയാണ് ഈ റിയാക്ഷനെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ഈ റിയാക്ഷനെ സ്പോണ്ടേനിയസ് ആക്കുന്നത് ഈ PPIയുടെ ഹൈഡ്രോളിസിസ് ആണ്. അപ്പോൾ അത് ഇനി മുതൽ എവിടെ നിങ്ങൾ മെറ്റബോളിസം പഠിച്ചാലും ഒരു പ്രോഡക്റ്റ് PPI ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ഹൈഡ്രോളൈസ് ടു 2PI ബൈ ദ എൻസൈം പൈറോഫോസ്ഫറ്റേസ്. ഇത് മനസ്സിൽ ഓർത്തു വെച്ചോണം. ഇനി തിരിച്ച് സൈക്ലിക് AMP. ഓക്കെ, സൈക്ലിക് AMPയുടെ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് വെറും AMP ആക്കണമെങ്കിൽ ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പോരെ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മതി. ഇതൊരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടാ, ശരിയല്ലേ? ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഇതൊരു OH ആയിരുന്നു. അപ്പൊ ഇത് എസ്റ്റർ ബോണ്ടാ. ഈ എസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിങ്ങനെ വിട്ടുപോകും. നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ CH2O ഫോസ്ഫേറ്റ്, ഇവിടെ OH കിട്ടും. അപ്പൊ അതെന്തോ സാധനം? AMP. അതാണ് AMP. 5' കാരണം 5th പൊസിഷനിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. 5' സോ സൈക്ലിക് AMPയെ 5' ആക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ഫോസ്ഫോഡൈഎസ്ട്രേസ്. ഇതും മനസ്സിൽ കുറിച്ചിട്ടോ. നമുക്ക് ഈ എൻസൈം എല്ലാം ആവശ്യം വരും. നമ്മൾ ഇതിനു മുമ്പ് ന്യൂക്ലിയോടൈഡ് ഡൈഫോസ്ഫേറ്റ് കൈനേസ് എന്നോ അഡിനൈലേറ്റ് കൈനേസ് എന്നൊക്കെ പറഞ്ഞ് കുറെ എൻസൈം പഠിക്കുന്നില്ല. ആ ഓരോ എൻസൈമും ഇനി അങ്ങോട്ട് മെറ്റബോളിസം പഠിക്കുന്ന ഓരോ ഘട്ടത്തിലും വരും. അന്ന് ഞാൻ ചോദിക്കും നിങ്ങളടുത്ത്. അപ്പം ഇത് ഓർത്ത് വെച്ചോണം. ATPയെ സൈക്ലിക് AMP ആക്കുന്ന എൻസൈം അഡിനൈലേറ്റ് സൈക്ലേസ്. സൈക്ലിക് AMPയെ 5' ആക്കുന്നത് ഫോസ്ഫോ ഡൈഎസ്ട്രേസ്. ഇനി ഈ 5' സൈക്ലിക് AMPക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൈക്ലിക് AMP ഈസ് എ ട്രാൻസിയൻ സിഗ്നൽ. സെല്ലിലെ ഞാൻ മുമ്പ് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ S3 സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെളിയിൽ നിന്നും ഒരു സിഗ്നൽ സെല്ലിന്റെ അകത്തോട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഒരു പോസ്റ്റ്മാൻ ഒരു കത്തുമായിട്ട് വരുന്നു. അപ്പോൾ ആദ്യം ഇന്ന ആൾ വാങ്ങിക്കുന്നു, അതാണ് ഫസ്റ്റ് മെസ്സഞ്ചർ. പിന്നെ അയാൾ അടുത്ത ആൾക്ക് കത്ത് കൈമാറുന്നു, സെക്കൻഡ് മെസ്സഞ്ചർ. അങ്ങനെ ന്യൂക്ലിയസിലേക്ക് മെസ്സേജ് എത്തുന്നു എന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ അങ്ങനെയുള്ള ഒരു സെക്കൻഡ് മെസ്സഞ്ചറാണ് സൈക്ലിക് AMP. സെല്ലിലേക്ക് എന്തെങ്കിലും സിഗ്നൽ വെളിയിൽ നിന്നും ട്രാൻസ്ഡ്യൂസ് ചെയ്യാൻ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട റോള് പ്ലേ ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് സൈക്ലിക് AMP. സോ ഇറ്റ് ഈസ് an excellent transient signal. Okay, keep that in mind.
ഇനി നമുക്ക് ഓവറോൾ ഇപ്പൊ നമ്മൾ ഹൈ എനർജി കോമ്പൗണ്ട്സ് ഹൈ എനർജി ബോണ്ട് ഒക്കെ പഠിച്ചില്ലേ. അപ്പൊ ഓവറോൾ ആയിട്ട് ഈ ഹൈ എനർജി കോമ്പൗണ്ട്സിനെ ഹൈ എനർജി ബോണ്ട്സിന് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ദേ ഹാവ് എനർജി ട്രാൻസ്ഫർ ഓർ എനർജി സ്റ്റോറേജ് പൊട്ടൻഷ്യൽ. അതായത് സെല്ലിൽ ഏതെങ്കിലും റിയാക്ഷനിൽ എനർജി ലിബറേറ്റ് ചെയ്താൽ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഹൈ എനർജി ബോണ്ട് ഓർ ഹൈ എനർജി കോമ്പൗണ്ട്. ഓക്കെ, എ ടി പി, ഇപ്പൊ എ ടി പി തന്നെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കുറച്ച് എനർജി ലിബറേറ്റ് ചെയ്താൽ ഇമീഡിയറ്റ്ലി അത് എ ടി പി ആയിട്ട് സ്റ്റോർ ചെയ്യാം. ഇനി എനർജി ട്രാൻസ്ഫറും ആണ്. എ ടി പി ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്ത് വേറെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഹൈ എനർജി ബോണ്ട്സ് ആർ ഹാവിംഗ് ദീസ് ടു ഫീച്ചേഴ്സ്, എനർജി ട്രാൻസ്ഫർ ആൻഡ് എനർജി സ്റ്റോറേജ്. ഇനി അടുത്തൊരു അതിന്റെ എക്സാമ്പിൾ ആണ് എ ടി പി, പി പി ഐ, പൈറോഫോസ്ഫേറ്റ്, പോളിഫോസ്ഫേറ്റ്, ഫോസ്ഫോക്രിയാറ്റിൻ, ഇതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഇനിയുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഹൈ എനർജി ബോണ്ട്, ഗ്രൂപ്പ് ട്രാൻസ്ഫർ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈ എനർജി കോമ്പൗണ്ട്സ് ഹാവ് ഗോട്ട് ഹൈ ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ. അതായത് അവർക്ക് അവരുടെ സ്ട്രക്ചറിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ വേറൊരു സ്ട്രക്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഹൈ എനർജി കോമ്പൗണ്ട്സിനുണ്ട്. അതിന്റെ കീഴിൽ വരുന്നതാണ് എ ടി പി. സോ എ ടി പി ക്യാൻ ട്രാൻസ്ഫർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ടു അനദർ മോളിക്യൂൾ. ഇനി കോഎൻസൈം എ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോഎൻസൈം എക്ക് എന്താണ് പ്രത്യേകത? ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ അസൈൽ ഗ്രൂപ്പ്. ഓക്കെ, സോ ഇത് രണ്ട് ഗ്രൂപ്പ് ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ ഉള്ള മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി മൂന്നാമത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച സൈക്ലിക് എം പി, ട്രാൻസിയന്റ് സിഗ്നൽ. അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എനർജി കോമ്പൗണ്ട്സിന് ഈ മൂന്ന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. they are involved in energy transfer or energy storage, then they have high group transfer potential, and then they act as transient signal. അതിന്റെ കീഴിലെ എക്സാമ്പിൾ ആണ് സൈക്ലിക് എ എം പി. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓക്സിഡേഷനും റിഡക്ഷനും റിയാക്ഷൻസ് നടക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ പലയിടത്തും ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, റിഡക്ഷൻ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ വെൻ ഇലക്ട്രോൺ ഇസ് ലോസ്റ്റ് ഇറ്റ് ഇസ് ഓക്സിഡേഷൻ, ആൻഡ് വെൻ ഇലക്ട്രോൺ ഇസ് ഗെയിൻഡ് ഇറ്റ് ഇസ് റിഡക്ഷൻ. ഇത്തരം റിയാക്ഷൻസ് ഇഷ്ടം പോലെ നമ്മൾ മെറ്റബോളിക് പാത്വേസിൽ പഠിക്കും. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി കാർബണിന്റെ കാര്യത്തിൽ നമ്മൾ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ ദ മോർ ദ കാർബൺ ഈസ് ഓക്സിഡൈസ് ദ മോർ വിൽ ബി ദ നമ്പർ ഓഫ് CO ബോണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതൊരു കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മീഥൈൻ മോളിക്യൂൾ ആണ് ഈ കാണുന്നത്. കുറച്ച് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേ OH ഗ്രൂപ്പ് കിട്ടി. അപ്പൊ ഒരു COH ബോണ്ടേ ഉള്ളൂ ഇവിടെ, അല്ല CO ബോണ്ടേ ഉള്ളൂ, ഒരു CO ബോണ്ടേ ഉള്ളൂ. വീണ്ടും അത് ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് ആൽഡിഹൈഡ്, ഇത് ആൽക്കഹോൾ ആണ്, ഇത് ആൽഡിഹൈഡ് ആയി, വീണ്ടും CO ബോണ്ട് കൂടി. ഓക്കെ, ഒന്നുകൂടെ ഓക്സിഡൈസ് ചെയ്താൽ വീണ്ടും CO ബോണ്ട് കൂടിയത് കണ്ടോ, അത് ആസിഡ് ആയി. ഇനി വീണ്ടും ഇത് ഓക്സിഡൈസ് ചെയ്താലോ വീണ്ടും CO ബോണ്ട് കൂടി, കീറ്റോ ഗ്രൂപ്പ് ആയി. ഇങ്ങനെ ഇൻക്രീസിങ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് നമ്പർ ഓഫ് CO ബോണ്ട്സ് ആണ്. അപ്പം കാർബണിന്റെ ഓക്സിഡേഷൻ എപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്, ആൻഡ് ഇറ്റ് ഇസ് എനർജി yielding റിയാക്ഷൻസ്. നിങ്ങൾ ആ ATP ADP സൈക്കിളിൽ ഞാൻ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ADP തിരിച്ച് ATP ആകണമെങ്കിൽ ഒന്നിലെ ഫോട്ടോസിന്തസിസ് വഴി നടക്കണം, അല്ലെങ്കിൽ ബൈ ഓക്സിഡേഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ കാർബൺ കോമ്പൗണ്ട്സിന്റെ ഓക്സിഡേഷൻ വഴി എനർജി റിലീസ് ചെയ്യപ്പെടും. ആ എനർജി നമ്മൾ ഗ്ലൈക്കോളിസിസ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗ്ലൈക്കോളിസിസ് എനർജി yield ചെയ്യുന്നു. അപ്പൊ ഓക്സിഡേഷൻ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ആർ എനർജി yielding പ്രോസസ്സസ്. ഇനി നമ്മളിപ്പോൾ റിഡക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് എൻ ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഇസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇപ്പോൾ ഒരു ഓർഗാനിക് മോളിക്യൂൾ you imagine that it has to undergo oxidation. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, ആ ഓർഗാനിക് മോളിക്യൂൾ ഷുഡ് ലൂസ് ഇലക്ട്രോൺ, isn't it? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് ചുമ്മാ എടുത്ത് എവിടെയെങ്കിലും കളയാൻ പറ്റുന്ന സാധനം, ഒരു ആറ്റം ബോംബിന്റെ എഫിഷ്യൻസി ഉള്ള സാധനമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. കാരണം അതിന് എവിടെ ചെന്ന് വേണമെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് അനാവശ്യമായിട്ട് നമ്മുടെ സെല്ലിനകത്ത് ചുറ്റിത്തിരിയുന്ന അപകടം പല അസുഖങ്ങൾക്ക് കാരണവും. അപ്പൊ ഇലക്ട്രോൺ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആരുടെയെങ്കിലും കയ്യിലോട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ഓക്സിഡൈസ് ചെയ്യണം, എനിക്ക് ഓക്സിഡൈസ് ചെയ്യപ്പെടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എന്റെ കയ്യിലുള്ള ഇലക്ട്രോൺ ആരുടെയെങ്കിലും കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഓക്സിഡൈസ്ഡ് ആവും. അപ്പൊ വാങ്ങുന്ന ആള് റിഡ്യൂസ്ഡ് ആവും. അപ്പൊ അത് വാങ്ങാൻ കെൽപ്പുള്ള ഒരാളുടെ കയ്യിലോട്ടല്ലേ നമുക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒരു മോളിക്യൂളിന്റെ കയ്യിലോട്ട് ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ജനറലി നമ്മുടെ സെൽസിൽ നടക്കുന്ന മെറ്റബോളിക് പാത്വേസിൽ ഓക്സിഡേഷനിൽ എപ്പോഴും ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് NAD+ഉം FAD+ഉം. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോൺ, ഒരു ഓർഗാനിക് മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്യപ്പെടുവാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രോൺസ് ഒന്നിലെ NAD+ലോട്ട് കൊടുക്കും, അല്ലെങ്കിൽ FADലോട്ട് കൊടുക്കും. സോ ദീസ് ആർ ഇലക്ട്രോൺ കാരിയേഴ്സ് ഇൻ മെറ്റബോളിക് പാത്വേസ്. ഇനി NAD എന്ന് പറയുന്നത്, NAD+ എന്ന് പറയുന്നത് നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. നിക്കോട്ടിനമൈഡ് അഡിനിൻ
ഡൈന്യൂക്ലിയോട്ടൈഡ്. രണ്ട് റൈബോസ് ആണ് ഇവിടെ ഉള്ളത്. രണ്ട് റൈബോസും രണ്ട് ഫോസ്ഫേറ്റ്. അപ്പൊ അതുകൊണ്ട് ഡൈന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നിക്കോട്ടിനമൈഡ്, അഡിനിൻ, ഡൈന്യൂക്ലിയോട്ടൈഡ്. ഈ സ്ട്രക്ചർ നിങ്ങൾ എഴുതി പഠിക്കണം. ഇനി ഈ സ്ട്രക്ചറിൽ ഈ റൈബോസിന്റെ ഇവിടെ ഒരു OH കാണുന്നില്ലേ? ഈ OHലോട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് NADP+ ആയി. ഇത് വെറും OH ആണെങ്കിൽ NAD+ ആണ്. അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് OHലെ ഹൈഡ്രജൻ മാറി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് NADP+ ആയി. അപ്പൊ നമുക്ക് നമ്മുടെ മെറ്റബോളിക് പാത്വേസിൽ NAD+ഉം NADP+ഉം ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെ സാഹചര്യം എന്നുള്ളത് നിങ്ങൾ കാലക്രമേണ പഠിച്ചാൽ മതി. ഇനി വേറെ കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ NAD എന്ന് പറയുന്നത് NADയോ NADPയോ എന്ന് വെച്ചാൽ they are derived from the vitamin niacin. നിങ്ങളത് S3യിൽ പഠിച്ചിട്ടുണ്ട്. സോ ദീസ് ആർ കോഎൻസൈംസ് ആക്ച്വലി. NAD+, NADP+, NADPH ഇതെല്ലാം കോഎൻസൈംസ് ആണ്. NAD+ ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അത് NADH ആയി. NADP+ ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ NADPH ആയി. ഇവരെല്ലാം കോഎൻസൈംസ് ആണ്. They are derived from the vitamin niacin. So this is the reaction. നേരത്തെ കണ്ട വലിയ സ്ട്രക്ചർ, ഈ വലിയ സ്ട്രക്ചർ ഇത് മൊത്തത്തിനെ നമ്മൾ 6ആയിട്ട് കൺസിഡർ ചെയ്താൽ, ഇത് മുഴുവൻ നമ്മൾ 6ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. കണ്ടോ, നിക്കോട്ടിനമൈഡ്, അഡിനിൻ, ഡൈന്യൂക്ലിയോട്ടൈഡ്, ആ ഭാഗം 6ആയിട്ട് കൺസിഡർ ചെയ്ത് ഇത് നമുക്ക് NAD+ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെയാണ് ആ പോസിറ്റീവ് ചാർജ്. ഈ NAD+ 2 ഇലക്ട്രോണും ഒരു പ്രോട്ടോണും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ കയറി ഇത് NADH ആയിട്ട് മാറും. സോ ദിസ് റിയാക്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് NAD++ 2 electron plus 1 proton giving NADH. E reaction can also be written like this: NAD++ 2 electron plus 2H plus giving NADH plus H plus. Actually നമ്മുടെ സെൽസിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. നിങ്ങൾ ഇനി മുതൽ ഓർത്തോണം, ഒരു ഓക്സിഡേഷൻ പ്രോസസ്സിൽ NAD+ ആണ് കോഎൻസൈം എങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും NADHും H+ ആയിരിക്കും. മനസ്സിലായോ? ഓർത്തോണം അത്. ഇനി മുതൽ നമ്മൾ അങ്ങനെ മെറ്റബോളിക് പാത്വേയിൽ എവിടെയും കോഎൻസൈം NAD+ ആണെങ്കിൽ ദ പ്രോഡക്റ്റ് വിൽ ബി NAD+, 2 ഇലക്ട്രോൺ എടുത്ത് NADHും H+ ആയിട്ട് മാറും. ഓക്കെ, ഇനി വേറൊരു ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ് FAD, ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ്. സി, ഫ്ലാവിന്റെ ഒരു റിംഗ് എന്ന് പറഞ്ഞാൽ ഡൈമീഥൈൽ ഐസോ അലോക്സിൻ റിംഗ് ആണ്. ഈ ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ്, ഇത് റൈബോസ് ആണ്, ഇത് റൈബോസ് ആണ്. ഡൈന്യൂക്ലിയോട്ടൈഡ് 2 ഫോസ്ഫേറ്റ് വഴി അറ്റാച്ച് ചെയ്തേക്കുക. ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ്. ഈ FADക്കും 2 ഇലക്ട്രോൺ എടുക്കാൻ പറ്റും. ഓക്കെ, 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് അത് നോക്കി ഇവിടെയും ഇവിടെയാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. FADH2 ആയിട്ടാണ് മാറുന്നത്. നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു? NAD+ 2 ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ NADHും H+ ആയിട്ട് മാറും. പക്ഷെ FAD അങ്ങനല്ല. FAD 2 ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ FADH2 ആയിട്ട് മാറും. കാരണം അത് 2 ഇലക്ട്രോണും അതിന്റെ സ്ട്രക്ചറിലോട്ടാണ് അത് എടുക്കുന്നത്. 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോൺ ഈക്വലന്റാ. 2 ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം 2 പ്രോട്ടോണും പോകും. അപ്പൊ NAD+ എങ്ങനെയാ? ഒരു ഇലക്ട്രോൺ മാത്രമേ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ മാത്രമേ അതിന്റെ സ്ട്രക്ചറിലോട്ട് എടുക്കത്തുള്ളൂ. മറ്റേത് സിസ്റ്റത്തിലോട്ട് മീഡിയത്തിലോട്ട് കളയുകയുള്ളൂ. ഓക്കെ, വേറെ FAD എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണും അതിന്റെ സ്ട്രക്ചറിലോട്ട് എടുത്തത് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് പതിവ്. അപ്പൊ NAD+ FADയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഎൻസൈം അല്ലെങ്കിൽ പ്രോസറ്റിക് ഗ്രൂപ്പ് ആണ്. ഇനി ഇത് ഏത് എൻസൈമിന്റെ കോഎൻസൈംസ് ആണ്? ഡീഹൈഡ്രോജനേസസ് എന്ന് പറയുന്ന എൻസൈമിന്റെ കോഎൻസൈംസ്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, നമ്മുടെ മെറ്റബോളിക് പാത്വേസിൽ പലയിടത്തും ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് നടക്കാറുണ്ട്. അതിന്റെയൊക്കെ മിക്കപ്പോഴും ഉള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിന്റെ എൻസൈം എന്ന് പറയുന്നത് ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ്. അപ്പൊ നിങ്ങൾ ഭാവിയിൽ ഓർത്തോണം, ഇനി നമ്മൾ മെറ്റബോളിക് പാത്വേ പഠിക്കുമ്പോഴൊക്കെ ഒരു ഓക്സിഡേഷൻ നടക്കുന്നു അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുന്നു പറഞ്ഞാൽ ഏത് എൻസൈമാന്ന് ഞാൻ ചോദിച്ചാൽ immediately you have to say that it is dehydrogenase enzyme. അപ്പൊ അവിടെ ഒന്നിലെ NAD+ അല്ലെങ്കിൽ FAD. അത് ഏതൊക്കെ എൻസൈമിനാണ് NAD+ കോഎൻസൈം ആവുന്നത്, ഏതിനൊക്കെയാണ് FAD എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കും കാലക്രമേണ. ഇനി ഇത് രണ്ടിന്റെ ഒരു വ്യത്യാസം കൂടെ ഒന്ന് പറഞ്ഞു പോട്ടെ. NAD+ is a coenzyme that reversibly binds to enzyme. ഓക്കെ, അത് ലൂസ്ലി ബൗണ്ട് ആണ്. വേറസ് FADയെ നമ്മൾ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ടൈറ്റ്ലി ബൗണ്ട് ടു ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം. ഇത് ലൂസ്ലി ബൗണ്ട് ആണ്, റിവേഴ്സിബിളി ബൗണ്ട് ആണ്. അതുകൊണ്ട് അതിനെ കോഎൻസൈം എന്ന് പറയുന്നത്. FAD എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി ബൗണ്ട് ടു ദി എൻസൈം ആണ്. എൻസൈം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രോജനേസ് എൻസൈം. അതുകൊണ്ട് അതിനെ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ലിവിങ് ഓർഗാനിസത്തിൽ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടെന്ന്. ഓർഗാനിക് മോളിക്യൂൾസ് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഈ കാർബൺ കോമ്പൗണ്ട്സും അതിൽ ലിവിങ് ഓർഗാനിസത്തിലുള്ള എനർജി സോഴ്സും ഒക്കെ ബേസ് ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലിവിങ് ഓർഗാനിസംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2. ദറ്റ് ഈസ് ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെറ്ററോട്രോഫ്സ്. ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ്.
അവരുടെ പ്രത്യേകിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസ് ആണ് ഓട്ടോട്രോഫ്സ്. അപ്പം ദേ ക്യാൻ യൂട്ടിലൈസ് carbon dioxide from the atmosphere as sole source of carbon. And ആ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഓർഗാനിക് മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോട്രോഫ്സിന്റെ കീഴിൽ വരുന്നതാണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, ഗ്രീൻ ലീഫി പ്ലാന്റ്സ്, പിന്നെ സൈനോ ബാക്ടീരിയ. ഇവരെല്ലാം ഓട്ടോട്രോഫ്സ്, കാരണം ദേ ക്യാൻ യൂട്ടിലൈസ് ദി അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ്. നമുക്കത് പറ്റത്തില്ല. നമുക്കിപ്പം അറ്റ്മോസ്ഫിയർ നമ്മൾ ഓട്ടോട്രോഫ്സ് ആണെങ്കിൽ എന്ത് ഗുണമെന്ന് പറയാം, നമുക്ക് എനർജി ആവശ്യമുള്ളപ്പോൾ ചുമ്മാ അറ്റ്മോസ്ഫിയറിൽ പോയി കുറെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആർക്കേ ഉള്ളൂ? ഓട്ടോട്രോഫ്സിനെ പറ്റുള്ളൂ. അവർക്ക് അറ്റ്മോസ്ഫിയറിക് CO2 യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനെ ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നതാണ് ഹെട്രോട്രോഫിക് സെൽസ്. ഹെട്രോട്രോഫിക് സെൽസ് ദേ കനോട്ട് യൂസ് അറ്റ്മോസ്ഫിയറിക് CO2. നമ്മൾ അതിൽ പെടുന്നതാണ്. അപ്പൊ അവരെന്താ ചെയ്യുക? അവര് ഈ ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ദേ ക്യാൻ മേക്ക് their carbon compounds from കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്. നമ്മൾ ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്യാറില്ലേ? ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മറ്റ് ബിൽഡിംഗ് ബ്ലോക്സിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ദീസ് ആർ കോൾഡ് ഹെട്രോട്രോഫ്സ്. അപ്പോൾ എല്ലാ ആനിമൽസും മൈക്രോ ഓർഗാനിസംസും ഒക്കെ ഹെട്രോട്രോഫ്സ് ആണ്. ദേ ആർ ഡിപെൻഡന്റ് ഓൺ ഓട്ടോട്രോഫ്സ്. ഇനി ഓട്ടോട്രോഫ്സും ഹെട്രോട്രോഫ്സും ദേ ക്യാൻ അഗൈൻ സബ് ക്ലാസിഫൈഡ് ഇൻ ടു എയറോബിക് ഓർഗാനിസംസ് ആൻഡ് എനറോബിക് ഓർഗാനിസംസ്. എയറോബ്സ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ലീവ് യൂസിങ് molecular oxygen, means they require molecular oxygen for their survival. Whereas anaerobes എന്ന് പറയുന്നത് they live in absence of oxygen. അവരെ സംബന്ധിച്ചുള്ള ഓക്സിജൻ ടോക്സിക് ആണ്. അവർക്ക് ഓക്സിജന്റെ ആബ്സെൻസിലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അനറോബ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫാക്കൾട്ടേറ്റീവ് അനറോബ്സും ഉണ്ട്, സ്ട്രിക്റ്റ് അനറോബ്സും ഉണ്ട്. ഫാക്കൾട്ടേറ്റീവ് അനറോബ്സ് can live either in absence or presence of oxygen, whereas strict anaerobes they cannot live in presence of oxygen. They can live only in absence of oxygen. Okay, അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഇവരുടെ മെറ്റബോളിക് പാത്വേസും ഡിഫറെന്റ് ആയി എയറോബ്സിലെ അനറോബ്സിലെ. ഇനി നമുക്ക് മെറ്റബോളിസത്തെ കുറിച്ച് ഒരു ബ്രീഫിംഗ് ചെയ്ത് നോക്കാം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ അത് കുറേ റിയാക്ഷൻസ്, ഒരു ലിവിങ് സെൽ നടക്കുന്ന മൊത്തം റിയാക്ഷൻസിന്റെ സം ടോട്ടലിനാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി കോർഡിനേറ്റഡ്. ഹൈലി കോർഡിനേറ്റഡ് എന്ന് ഞാൻ ഒരു ഒറ്റ വാക്കിൽ ഇത് പറയുന്നെങ്കിൽ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് നന്നായി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ മെറ്റബോളിക് പാത്വേസ് എല്ലാം പഠിച്ചു കഴിയണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കോർഡിനേറ്റഡ് ആണ് മെറ്റബോളിക് പാത്വേസ് എന്നുള്ളത് ഒരു ലിവിങ് സെല്ലില്. ഓക്കെ, പിന്നെ മെറ്റബോളിസം എന്ന് പറയുന്നത് അതൊരു പെർപ്പസിന് വേണ്ടി നടക്കുന്ന, ചുമ്മാ നടക്കുന്ന ഒരു പ്രോസസ് അല്ല. ഏത് മെറ്റബോളിക് പാത്വേ നടക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു പെർപ്പസ് ഉണ്ട്. ഓക്കെ, ഇനി എന്തിനാണ് മെറ്റബോളിസം നടക്കുന്നത്? ഓക്കെ, അതിന്റെ ചില ഫങ്ഷൻസ്. ഒന്ന്, ടു ഒബ്റ്റെയിൻ കെമിക്കൽ എനർജി. എങ്ങനെ കെമിക്കൽ എനർജി കിട്ടും? എനർജി റിച്ച് ന്യൂട്രിയൻസിന്റെ ഡീഗ്രഡേഷൻ വഴി. ഓക്കെ, രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു സിന്തസൈസ് ബിൽഡിംഗ് ബ്ലോക്സ്. ഇപ്പൊ നമ്മുടെ സെൽസിലെ ഓർഗാനിസത്തിലൊക്കെ മാക്രോ മോളിക്യൂൾസ് ഉണ്ട്. ആ മാക്രോ മോളിക്യൂൾസ് ഉണ്ടാക്കുന്ന എന്ത് വഴിയാ? ബിൽഡിംഗ് ബ്ലോക്സ് വഴി. ആ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കിയെടുക്കുക എന്തിൽ നിന്നും? ന്യൂട്രിയൻ മോളിക്യൂൾസ്. അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ന്യൂട്രിയൻ മോളിക്യൂൾസിൽ നിന്നും ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ മെറ്റബോളിസത്തിന്റെ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് ബ്ലോക്സിൽ നിന്നും മാക്രോ മോളിക്യൂൾസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ അമിനോ ആസിഡ്സിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കുക, ന്യൂക്ലിയോടൈഡ്സിൽ നിന്നും ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാക്കുക, ഫാറ്റി ആസിഡ് ഗ്ലിസറോളിൽ നിന്നും ലിപ്പിഡ്സ് ഉണ്ടാക്കുക, മോണോസാക്രൈഡ്സിൽ നിന്നും പോളിസാക്രൈഡ് ഉണ്ടാക്കുക. ഇതെല്ലാം മെറ്റബോളിസത്തിന്റെ കീഴിൽ വരുന്നതാണ്. അവസാനം സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഫോർമേഷനും ഡീഗ്രഡേഷൻ ഓഫ് ബയോമോളിക്യൂൾസ്. ഈ നാലെണ്ണമാണ് മെറ്റബോളിസത്തിന്റെ മെയിൻ ഫംഗ്ഷൻസ് ഒരു ലിവിങ് സെല്ലില്. ഇനി മെറ്റബോളിസത്തിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ മെറ്റബോളിക് ആക്ടിവിറ്റിയും കാറ്റലൈസ് ചെയ്യുന്നത് എൻസൈംസ് ആണ്. ബയോ കാറ്റലിസ്റ്റ് എൻസൈംസ് ആണ് ഇതിനെ കാറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മെറ്റബോളിസത്തില് സീക്വൻഷ്യൽ റിയാക്ഷൻസ് ആയി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഗ്ലൂക്കോസിസ് ഓക്സിഡൈസ് ടു CO2 എന്നൊറ്റ സെന്റൻസിൽ പറയുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് പക്ഷെ ഒറ്റ പ്രോസസ്സിലല്ല, അത് കുറേ റിയാക്ഷൻസിന്റെ ഫലമാണ് ഗ്ലൂക്കോസ് CO2 ആയിട്ട് ഫൈനലി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് സീക്വൻഷ്യൽ റിയാക്ഷൻസ് ആണ് മെറ്റബോളിസത്തിലുള്ളത്. ആ ഓരോ സീക്വൻസ് ഓഫ് റിയാക്ഷനെയും ഓരോ എൻസൈമാണ് കാറ്റലൈസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ റിയാക്ഷനെയും ഓരോ എൻസൈമാണ് കാറ്റലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഒരു A എന്ന മോളിക്യൂളിൽ നിന്നും B ഉണ്ടാക്കി അവിടെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം E1, B പിന്നീട് C ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എൻസൈം E2, C is converted to D, enzyme is E3, D is converted to E, enzyme is
C4 and finally E is converted to product. പക്ഷെ നമ്മൾ സം ടോട്ടൽ പറയുമ്പോൾ എന്തായിരിക്കും A is converted to product എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുന്നത് അല്ല. സീക്വൻസ് ഓഫ് റിയാക്ഷൻസും ഓരോ റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ഇറ്റ്സ് ഓൺ എൻസൈം. ഇത് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി, റെഗുലേഷന് വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്. മനസ്സിലായി? ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അത് നടക്കണോ വേണ്ടേ എന്നുള്ള ഒരുപാട് ഫാക്ടേഴ്സ് തീരുമാനിക്കും ഒരു സെല്ലിലെ. അപ്പം നല്ല രീതിക്ക് റെഗുലേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ മെറ്റബോളിക് പ്രോസസ് ഇതുപോലെ സീക്വൻഷ്യൽ ആയിട്ട് സെല്ലിൽ നടക്കുന്നത്. ക്ലിയർ? ഇനി ഈ ബി സി ഡി ഇ ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് ഇന്റർമീഡിയറ്റ്സ് ഓഫ് മെറ്റബോളിസം എന്ന, അഥവാ മെറ്റബോളൈറ്റ്സ്. ഇപ്പൊ ഞാൻ ഇനി ഭാവിയിൽ പറയും ഇന്റർമീഡിയറ്റ്സ് ഓഫ് മെറ്റബോളിസം അല്ലെങ്കിൽ മെറ്റബോളൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ആ മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഈ മോളിക്യൂൾസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ്സ് അഥവാ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്, മെറ്റബോളിക് പാത്വേസ് ലീനിയർ ആയിട്ട് നടക്കാം, സൈക്ലിക് ആയിട്ട് നടക്കാം. ഫോർ എക്സാമ്പിൾ ഗ്ലൈക്കോളിസിസ് ഒരു ലീനിയർ പാത്വേ ആണ്, പക്ഷെ TCA ഒരു സൈക്കിളാണ്. യൂറിയ സൈക്കിൾ ഒരു സൈക്ലിക് പാത്വേ ആണ്. അപ്പൊ ചില മെറ്റബോളിക് പാത്വേ ലീനിയർ ആയിട്ട് നടക്കുന്നത്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ആ റിയാക്ഷൻ എയിൽ നിന്നും പ്രോഡക്റ്റ് ഉണ്ടായി, ഇതൊരു ലീനിയർ റിയാക്ഷൻ ആണ്. പക്ഷെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഫൈനലി ഇ എന്നുള്ളത് വീണ്ടും A ആയാൽ ഇറ്റ് ബിക്കംസ് സൈക്ലിക്. ഇതും നിങ്ങൾ കാലക്രമേണ ഏതൊക്കെ പാത്വേസ് ആണ് ലീനിയർ, ഏതൊക്കെയാണ് സർക്കുലർ അല്ലെങ്കിൽ സൈക്ലിക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഇനി ഇന്റർമീഡിയറി മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ആ സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ഇൻവോൾവ് ഇൻ മെറ്റബോളിസം, അതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറി മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസത്തിന്റെ കീഴിൽ വരുന്നതാണ് ആനബോളിസം, കാറ്റബോളിസം. ആനബോളിസം എന്ന് പറയുന്നത് ബയോസിന്തറ്റിക് റിയാക്ഷൻസ് ആണ്. മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആനബോളിസം ആൻഡ് കാറ്റബോളിസം. ആനബോളിസം ഇസ് ബയോസിന്തറ്റിക് റിയാക്ഷൻ. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് അറിയാം, എന്തെങ്കിലും പണിയണമെങ്കിൽ നമുക്ക് എനർജി വേണം, ശരിയല്ലേ? പണിത് ഉയർത്തണമെങ്കിൽ എനർജി വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ബയോസിന്തറ്റിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് സിമ്പിൾ മോളിക്യൂൾസ്, സിമ്പിൾ പ്രിക്കേഴ്സേഴ്സ്. പ്രിക്കേഴ്സർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ പ്രോഡക്റ്റിന്റെ പ്രിക്കേഴ്സർ ആണ് A. മനസ്സിലാവണ്ടേ? ഇതിന്റെ പ്രിക്കേഴ്സർ ആണ് A, റോ മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള പ്രിക്കേഴ്സേഴ്സിൽ നിന്നും കോംപ്ലക്സ് മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ആനബോളിസം. ആൻഡ് ഇറ്റ് ഈസ് ആൻ എനർജി റിക്വയറിംഗ് പ്രോസസ്. ഇനി കാറ്റബോളിസം എന്ന് പറയുന്നത് ഡീഗ്രഡേഷൻ ആണ്. കോംപ്ലക്സ് മോളിക്യൂൾസ് ആർ ബ്രോക്കൺ ഡൗൺ ടു സിംപ്ലർ മോളിക്യൂൾസ്, അതാണ് കാറ്റബോളിസം. അവിടെ എനർജി റിലീസ് ചെയ്യപ്പെടും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, ATP is a link between energy requiring and energy releasing process. അപ്പം ATP is a link between anabolism and catabolism നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഈ മെറ്റബോളിക് പാത്വേസിൽ നമ്മൾ മെറ്റബോളൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സബ്സ്ട്രേറ്റ് ആകാം, ഒരു ഇന്റർമീഡിയറ്റ് ആകാം, ഒരു പ്രോഡക്റ്റ് ആകാം. ഈ പറഞ്ഞത് ഞാൻ സ്കീമാറ്റിക് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കും. നോക്കിയേ, നമ്മുടെ എനർജി yielding ന്യൂട്രിയൻസ്, നമ്മൾ ഭക്ഷിക്കുന്ന കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. മെയിൻ എനർജി സോഴ്സസ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആയതുകൊണ്ട് ഇവിടെ അത് മെൻഷൻ ചെയ്തേക്കുന്നത്. പ്രോട്ടീൻസിന്റെ കാർബൺ സ്കെൽട്ടണും എനർജി സോഴ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇത് കാറ്റബിളൈസ് ചെയ്ത്, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തൊക്കെ കിട്ടും? എനർജി പുവർ ആയിട്ടുള്ള എൻഡ് പ്രോഡക്ട്സ് കിട്ടും. എന്തൊക്കെ? CO2, വാട്ടർ, അമോണിയ, ഇതൊക്കെ റിലീസ് ചെയ്യും. പക്ഷെ ഈ ബ്രേക്ക് ഡൗണിന്റെ ഭാഗമായിട്ട് കുറച്ച് എനർജിയും കൂടെ റിലീസ് ചെയ്യും. ആ എനർജി ATP ആയിട്ടോ NADPH ആയിട്ടോ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ബിൽഡിംഗ് ബ്ലോക്സിൽ നിന്നും മാക്രോ മോളിക്യൂൾസ് സെല്ല് സിന്തസൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്ന ഈ പ്രോസസ്സ് കണ്ടോ? ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോട്രോഫിൽ നടക്കുന്ന പ്രോസസ്സാണ്. ന്യൂട്രിയൻസ് എടുത്തു, ബ്രേക്ക് ഡൗൺ ചെയ്തു, എനർജി റിലീസ് ചെയ്തു, ആ എനർജി ഉപയോഗിച്ചിട്ട് ബിൽഡിംഗ് ബ്ലോക്സിൽ നിന്നും മാക്രോ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്തു. ഇതാണ് കാറ്റബോളിസം, ആനബോളിസം. പിടികിട്ടിയോ? കണ്ടോ? അതിനെ ലിങ്ക് ചെയ്യുന്നത് ATP ആണ്. ഇനി മെറ്റബോളിസം ഓരോ ഓർഗാനിസത്തിൽ ഇഷ്ടംപോലെ തരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് ഉണ്ടെങ്കിലും ഒരു സെൻട്രൽ മെറ്റബോളിക് പാത്വേ ഉണ്ട് എല്ലാ ഓർഗാനിസത്തിലും ഐഡന്റിക്കൽ ആയിട്ടുള്ളത്. എല്ലാ ഓർഗാനിസത്തിലും ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു സെൻട്രൽ മെറ്റബോളിക് പാത്വേ ഉണ്ട്. അതെന്താ നോക്കുക. നമ്മളിപ്പോൾ നമ്മുടെ ഫുഡ് ഇൻടേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റ് ഇൻടേക്ക് ചെയ്യും, പോളിസാക്കറൈഡ്സ് ഇൻടേക്ക് ചെയ്യും, പ്രോട്ടീൻസ് ഇൻടേക്ക് ചെയ്യും. ഇപ്പൊ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കിട്ടും. പോളിസാക്കറൈഡ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസും മറ്റ് ഷുഗേഴ്സും കിട്ടും. ഇതൊക്കെ അതായത് മെറ്റബോളിക് പാത്വേസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിപ്പോൾ ഓവറോൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് കിട്ടും. ഇനി ഈ കക്ഷികളെല്ലാവരും അതാത് മെറ്റബോളിക് പാത്വേസിൽ കാറ്റബോളിക് പാത്വേസിലേക്ക് എൻ്റർ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസിറ്റൈൽ കോയാണ്. ഇവരെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫൈനലി അസിറ്റൈൽ കോയാണ് ഫോം ചെയ്യുന്നത്. ഈ അസിറ്റൈൽ കോയെ TC സൈക്കിളിൽ എൻ്റർ ചെയ്തിട്ട് അത് ഫൈനലി CO2 കോയായിട്ട് മാറും. CO2 നമ്മൾ റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ CO2 എക്സൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സെല്ലിൽ നടക്കുന്ന
മെറ്റബോളിക് എൻ പ്രോഡക്റ്റ് ആണ് ഈ CO2 എന്ന് പറയുന്നത്. അത് റിലീസ് ചെയ്യും. പക്ഷേ ഇതിന്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില മോളിക്യൂൾസ് ഉണ്ട്, NADH, FADH2 ഒക്കെ. ആ മോളിക്യൂൾസിന്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് എൻ്റർ ചെയ്ത് അവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി ATP ജനറേറ്റ് ചെയ്യും. അപ്പം നമ്മൾ പറയാറില്ലേ ഗ്ലൂക്കോസിൽ നിന്നും എനർജി കിട്ടിയെന്ന്. അത് ഉണ്ടാകുന്നത് നിസ്സാരമായിട്ടല്ല, ഇവിടെ ഇത്രയും പ്രോസസ്സ് വഴിയാണ് എനർജി കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു ഓവറോൾ വ്യൂ ഓഫ് ദ എൻറ്റയർ മെറ്റബോളിക് റിയാക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ എ ലിവിങ് സെൽ. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് ഓരോന്നും പഠിക്കും. ഈ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഈ സെൻട്രൽ ആയിട്ട് കാണുന്ന ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിക്കുന്നത്. അടുത്ത സെമസ്റ്ററിലാണ് ബാക്കി മെറ്റബോളിക് പാത്വേസ് പഠിക്കുന്നത്. ഇപ്പം ഈ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് പേപ്പറിൽ എഴുതി വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുക. So let's summarize what we had learned in this module. Okay. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ മൊഡ്യൂളിൽ പഠിച്ചത് എന്താ എന്ന് നോക്കിയാൽ, we had first learned what is free energy. As I had already told, free energy is the energy available to do work. It's called Gibbs free energy and it is denoted by capital G. Now this free energy determines whether a reaction is spontaneous or non-spontaneous. ഇപ്പോൾ ഇവിടെ ഒരു ഫണ്ണി കാർട്ടൂൺ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നും നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർട്ടൂൺ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, കുരങ്ങ് വാഴപ്പഴം എടുക്കാൻ പോകുന്നു. അവിടെ നമുക്ക് പ്രത്യേകിച്ച് എനർജി ഒന്നും കൊടുക്കണ്ട, ഈ കുരങ്ങ് അങ്ങ് പോയി എടുത്തോളും. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതി വെക്കരുത്, ഈ എക്സാമ്പിളൊന്നും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഡു യുവർ ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അത് ഓടിപ്പോയി ചെയ്യാറൊന്നുമില്ല. യു ഹാവ് ടു സ്പെൻഡ് സം എനർജി ഹിയർ, ഓൺലി ദെൻ ഇറ്റ് വിൽ ഡു ഇറ്റ്, അല്ലേ? ഇപ്പം നിങ്ങളുടെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. ഫോണിൽ നമ്മൾ ടിക്ടോക്ക് ചെയ്യാനാണെങ്കിൽ ആരും എനർജി അവിടെ കൊടുക്കണ്ട, അപ്പം നിങ്ങളായിട്ട് അങ്ങ് ചെയ്തോളും. പക്ഷെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം ടീച്ചർ നിർബന്ധിക്കേണ്ടി വരും, ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരും, കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. അപ്പോൾ ഇത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ, ഇത് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനും. ഇത് പരീക്ഷയ്ക്ക് ഈ എക്സാമ്പിൾ എഴുതി വെക്കരുത്, ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ്. സോ വാട്ട് ഡിറ്റർമിൻസ് ദ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ? ഇറ്റ് ഈസ് എ ഫ്രീ എനർജി ചേഞ്ച്. Okay, when a reaction occurs, the change in free energy is called free energy change and it is denoted by delta G. So if delta G is negative, the reaction is spontaneous, and if delta G is positive, the reaction is non-spontaneous. So when a reaction is occurring at a particular temperature and pressure or concentration of reactants, the free energy change there is called the actual free energy change. And if the reaction is occurring at standard condition and 1 molar concentration of reactants, the free energy change there is called the standard free energy change. So you understand the difference between actual free energy change and standard free energy change. Next we learned exergonic reaction and endergonic reaction. Exergonic reactions are reactions where energy is liberated and delta G is negative. The reaction is spontaneous. Okay. And in endergonic reaction, the delta G is positive. Energy has to be added. It has to be supplied so that the reaction is spontaneous. Otherwise, it is a non-spontaneous reaction. Next, we learned energy-rich compounds, which are compounds which can liberate at least 7 calories per mole or 20 to 25 kilojoules per mole. And we saw that there are some classes of high energy compounds, and we had discussed each of them. One important molecule among them is the ATP. Why it is important? It is the energy currency in the living cell, and I told you that ATP is a link between energy yielding process and energy requiring process. Okay. Then we discussed what is the reason for the high negative value of delta G of hydrolysis of ATP. So ATP is hydrolyzed to ADP and PI. അപ്പോൾ ATP, ADP, PI ആവുമ്പം ഇതിൽ കൂടുതൽ സ്റ്റേബിൾ ആരാണോ അത് എപ്പോഴും നേച്ചർ എപ്പോഴും സ്റ്റേബിൾ ആകാനേ നോക്കത്തുള്ളൂ, ശരിയല്ലേ? നേച്ചറിലെ എല്ലാ പ്രോസസ്സും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ ആരാണോ കൂടുതൽ സ്റ്റേബിൾ അതല്ലേ ഉണ്ടാവാൻ ശ്രമിക്കുകയുള്ളൂ. So let's see what are the reasons for delta G of hydrolysis of ATP. One was resonance stabilization. ADP and PI are more stable because of resonance stabilization. And in ATP there are 4 negative charges, so it is facing electrostatic repulsion more than ADP, where there is only 3 negative charges. പിന്നെ നമ്മൾ പഠിച്ച ഒരു റീസൺ എന്ന് വെച്ചാൽ the high solvation of ADP and PI when compared to ATP. Then we discussed that the ADP that is formed out of ATP hydrolysis can further be hydrolyzed to AMP and PI. So overall the reaction is driven in the forward direction, and that is the reason for high negative value of delta G of hydrolysis of ATP. Okay. Next we learned
about the different oxidation reduction reactions that occurs in the living cell. Oxidation is the loss of electrons and reduction is the gain of electrons. And the enzymes that catalyze oxidation reduction reactions are generally dehydrogenases. Okay, and the coenzyme of dehydrogenases is either NAD plus or FAD. If NAD plus is the coenzyme of the dehydrogenase, the reaction occurring there will be the conversion of NAD plus to NADH and H plus. You should always be remember this point, that if the dehydrogenase that is catalyzing a particular reaction has NAD plus as coenzyme, it is NAD plus converting to NADH plus H plus. Okay. And then if FAD is the coenzyme, the reaction occurring is conversion of FAD to FADH2. So NAD plus and FAD are the electron acceptors in these dehydrogenases. Next, we learned about ATP-ADP cycle. So in a living cell, ATP is hydrolyzed to ADP. Some energy is liberated, which is used for these activities. And this ATP is replenished from ADP by phosphorylation, and this occurs by photosynthesis or oxidation of fuel molecules. Photosynthesis occurs in photosynthetic organisms, and oxidation of fuel molecules occurs in heterotrophic organisms. Okay. Then we learned about metabolism, which are the chemical reactions that is occurring in the living cell. It includes anabolism and catabolism. Anabolism are biosynthetic reaction. It requires energy, whereas catabolism is degradative process and it releases energy. And then we learned about the various metabolic pathways that occurs in the cell. So it is the breakdown of fats, polysaccharides and proteins, which are the macromolecules in the living cells, and it takes its own pathways, and finally they arrive at formation of acetyl-CoA. And acetyl-CoA enters TCA cycle where carbon dioxide is liberated, and there is a byproduct called CoA. And TCA, after TCA, some reducing equivalents are formed, which enters the electron transport chain, and through that ATP is formed by the process of oxidative phosphorylation. This is the overall process of metabolism that happens in the cell. Okay, this is the summary of the module. So we have covered the first module and a part of the second module. Hope you have understood. If you have any doubt, you please feel free to post it in the Google Classroom or in our WhatsApp group.